മെമ്മറീസ് ഓഫ് ഉക്രൈൻസ് സൈലന്റ് മാസേക്കർ. ഇതൊക്കെയാണ് ഇപ്പോ നമ്മുടെ പത്രങ്ങളിലെല്ലാം തന്നെ ഈയിടെ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. എന്നാൽ എന്താണ് 1943 ഒരു സത്യം നമുക്കറിയാം. അന്ന് കാത്തീൻ, സോവിയറ്റ് യൂണിയനിലുള്ള കാത്തീൻ പ്രദേശത്ത്, കാട്ടുപ്രദേശത്ത് 10,000-കണക്കിന് പോളിഷ് ഉദ്യോഗസ്ഥരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തി, ഭൗതിക അവശിഷ്ടങ്ങൾ കണ്ടെത്തി എന്ന് ഒരു വാർത്തയുണ്ടായിരുന്നു. 1943 ജർമ്മൻ ഫാസിസ്റ്റ് ജർമ്മനി ആരോപിച്ചത് സ്റ്റാലിനാണ് ഇത്രയും ആളുകളെ കൊന്നത്, സ്റ്റാലിനാണ് ഈ മാസേക്കർ നടത്തിയത്, ഇതായിരുന്നു. പക്ഷെ ആ സമയത്ത് തന്നെ 43 തന്നെ സ്റ്റാലിൻ അതിന് തിരിച്ചടിച്ചു. ഇത് ഗീബൽസിയൻ നുണപ്രചരണത്തിന്റെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് അന്തർദേശീയമായ റെഡ് ക്രോസിന്റെ ആഭിമുഖ്യത്തിൽ ഇത് അന്തർദേശീയമായ അന്വേഷണം നടത്തണം എന്ന് സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. അതേപോലെ ബെർഡെങ്കോ കമ്മീഷൻ, ഇതിനുവേണ്ടി ഒരു കമ്മീഷൻ നിയമിക്കപ്പെട്ടു. ബെർഡെങ്കോ കമ്മീഷൻ റിപ്പോർട്ട് ചെയ്തത് ഇത് ചെയ്തത് സോവിയറ്റ് യൂണിയൻ അല്ല, നാസികളാണ്, ഫാസിസ്റ്റ് ശക്തികൾ, ജർമ്മനിയാണ് ഈ കൂട്ടക്കൊല മുഴുവൻ നടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതിന്റെ ആരോപണം മുഴുവൻ തന്നെ സ്റ്റാലിന്റെയും സോവിയറ്റ് യൂണിയന്റെയും മേൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു. 1995 അതായത് ഈ അടുത്ത കാലത്ത് വീണ്ടും സോവിയറ്റ് യൂണിയൻ അവിടെയുള്ള ഒരു വലിയ എഴുത്തുകാരനായ യൂറി മുഖിൻ, അദ്ദേഹം ഒരു പുസ്തകം എഴുതി, കാറ്റീൻ മർഡർ മിസ്റ്ററി എന്നുള്ള പേരിൽ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിലും അദ്ദേഹം പറഞ്ഞത് ഇത് നാസി ജർമ്മനിയാണ് ഈ കൊല നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇത്തരത്തിൽ ഇത്രയും വലിയ ഗീബൽസിയൻ നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാണ് സ്റ്റാലിനെ വീണ്ടും വീണ്ടും അപകീർത്തിപ്പെടുത്താനും കൊല്ലാനും ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് പ്രശ്നം തെളിവുകളാണ്, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ചരിത്രമാണ്, കെട്ടുകഥകളല്ല, ഭാവന നിർമ്മിതമായ കഥകളല്ല പ്രധാനം, രേഖകളാണ് തെളിവുകൾ. അതുകൊണ്ട് ആർക്കൈവ്സിലെ രേഖകൾ, അതിൽ നടത്തിയിരിക്കുന്ന ഗവേഷണം, ആ ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രൊഫസർ ഗ്രോവർഫ് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് 30 വർഷക്കാലത്തെ നീണ്ടു നിൽക്കുന്ന ഈ ആർക്കൈവ്സിലെ രേഖകളിൽ നടത്തിയിരിക്കുന്ന ഗവേഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതേപോലെ റഷ്യയിലെ വളരെ പ്രസിദ്ധനായ ചരിത്രകാരൻ യൂറി ഷിപ്പോവ്, അദ്ദേഹവും നടത്തിയിരിക്കുന്നത് ഇതേ ആർക്കൈവ്സ് രേഖകളുടെ അടിസ്ഥാനത്തിലാണ്. അദ്ദേഹം ഇനോയ് സ്റ്റാലിൻ എന്നുള്ള പേരിൽ ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. ഇനോയ് സ്റ്റാലിൻ റഷ്യൻ ഭാഷയാണ്, ഡിഫറൻറ്റ് സ്റ്റാലിൻ എന്നാണ് അതിന്റെ അർത്ഥം, വ്യത്യസ്തനായ സ്റ്റാലിൻ. അപ്പോൾ രേഖകളിലൂടെ കിട്ടുന്ന സ്റ്റാലിൻ വളരെ വ്യത്യസ്തനായ സ്റ്റാലിനാണ്. റൂഷ്യയും കൂട്ടരും പ്രചരിപ്പിക്കുന്ന, ഫാസിസ്റ്റ് ജർമ്മനിയും ഇപ്പോൾ അമേരിക്കയും എല്ലാം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വ്യത്യസ്തനായ മറ്റൊരു സ്റ്റാലിനെയാണ് നമ്മൾ ഈ രേഖകളിലെല്ലാം തന്നെ കാണുന്നത്. Anyhow, it is a matter of great pleasure to us that the author of the book, respected Professor Grover himself, is present with us as the chief guest in this function. Professor Grover's work is a great contribution to the humanity. After long years of research, he reveals the truth about Stalin era. His stories, his revelations are not merely cooked up stories. They are documentary evidences. നോക്കൂ, അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനല്ല, പക്ഷപാതരഹിതമായിട്ട് തയ്യാറാക്കിയിരിക്കുന്നതാണ് ഈ ലേഖനങ്ങളും പുസ്തകങ്ങളെല്ലാം തന്നെ. We salute him. We salute Professor Grover. Sir, Professor Grover, I cordially welcome you to this function. ഈ ചടങ്ങിന്റെ പ്രധാന ഇനം ശ്രീ രാമചന്ദ്രൻ ചേണിച്ചേരി പരിഭാഷപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാലിനും ജനാധിപത്യ പരിഷ്കരണ സമരവും എന്ന പുസ്തകത്തിന്റെ പ്രകാശനമാണ്. ഈ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത്
നമുക്കെല്ലാം സുപരിചിതനായ ഈ നാട്ടിലെ ഇടതുപക്ഷ വിശ്വാസികൾക്കെല്ലാം തന്നെ സുപരിചിതനായ സഖാവ് കെ ചന്ദ്രൻ പിള്ളയാണ്. അദ്ദേഹം CIT-യുടെ അഖിലേന്ത്യാ സെക്രട്ടറിയാണ്. CPIM-ന്റെ സമുന്നതനായ നേതാവാണ്. ഈ ചടങ്ങിലേക്ക് ഔപചാരികമായി ആർദ്രമായി ഞാൻ സഖാവ് ചന്ദ്രൻപിള്ളയെ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് നാഷണൽ ട്രേഡ് യൂണിയൻ ഇനീഷ്യേറ്റീവ് NTUI-യുടെ നേതാവായി ആയിരിക്കുന്ന, അതുപോലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ MCPI സംസ്ഥാന സെക്രട്ടറി കൂടിയായ സഖാവ് M ശ്രീകുമാറാണ്. അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. And we have another distinguished guest also here, Comrade Professor Vijay Singh, who is the chief organizer of Stalin Society of India. I would like to extend my hearty welcome to Comrade Vijay Singh. അതുപോലെ ഇവിടെ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി നമ്മളോടൊപ്പം ഉള്ളത് CPIML റെഡ് സ്റ്റാർ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് PG ജെയിംസ്, CPIML സംസ്ഥാന സെക്രട്ടറി സഖാവ് P സുശീലൻ, മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് നേതാവ് സഖാവ് ഫ്രെഡി കെ, MCPIU നേതാവ് അഡ്വക്കേറ്റ് രാജദാസ്, RMBI സംസ്ഥാന ചെയർമാൻ സഖാവ് TL സന്തോഷ്, മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവ് സംസ്ഥാന പ്രസിഡീയം അംഗം ആയ സഖാവ് ഡോക്ടർ P പ്രസാദ് എന്നിവരാണ്. ഓരോരുത്തർക്കും ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിക്കുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ നന്ദി പ്രകാശനം നടത്തുന്നത് പരിഭാഷകരായ രാമചന്ദ്രൻ എടച്ചേരിയാണ്. അതുപോലെ ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും FB ലൈവിലൂടെയും നേരിട്ടും ഈ പരിപാടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ സഖാക്കളെയും ജനാധിപത്യ വിശ്വാസികളെയും ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. I proudly invite Professor Grover for our chief guest and author of the book to inaugurate this historic function. Thank you, sir. Thank you. Is this my turn to speak? Yes, sir. Okay. First of all, thank you very much for the honor of translating and publishing my small book in the Malayalam language. And special thanks to you all for inviting me to this event. And also a special thanks to Mr. Narayanan Poti, who has been in touch with me for a long time about this project. So I want to extend my great thanks and also my heartiest solidarity to all of you. When the Soviet Union was in existence, during the lifetime of Lenin and then of Stalin, it appeared as though the socialist communist movement would sweep the world. But shortly after Stalin died, under the leadership of Nikita Khrushchev, the Soviet Union began to turn away from its original goals of world socialism and communism. This retrograde, backward movement, reactionary movement continued even more strongly under Mikhail Gorbachev. And of course, those years saw the collapse, the end of the Soviet Union. This was a devastating blow to the world socialist movement
the world communist movement, and to the working class and other progressive forces all over the world, including the United States and certainly including India. Within a few years of the end of the Soviet Union, documents from former Soviet archives began to be made available to researchers. And with the help and encouragement of some Moscow colleagues, particularly my most valued colleague, Vladimir Lvovich Bobrov, I have been studying these documents for about 20 years now. The evidence in these documents permits us to refute the lies about Stalin and the Stalin period in the Soviet Union. And that's very important, but it takes a lot of work to do this. The book that you have published was one of my first efforts to show that, in fact, Stalin was a champion of workers' democracy and wanted to institute a more democratic system. So to read more about that, of course, you now have the book in the Malayalam language, and you can read about that. Since I wrote that book, more information, more documents have been published from the Soviet archive that give more detail about Stalin's efforts, the efforts of Stalin and the other, his closest comrades in the leadership to promote not only more democratic control by the Soviet population, by the working class and the peasantry, but also to take further steps towards the building of communism in the Soviet Union. The efforts that were cut short and then reversed after Stalin's death under the leadership of Khrushchev and those who came after him. So I hope to be publishing some of these materials in the next period of time. I have, meanwhile, continuing my research on the Stalin years based upon documents from the former Soviet archives. I have been in regular touch with Mr. Narayanan Poti and hope to continue to be in touch with him, and through him to be in touch with all of you. And I will share with you, to the extent that you want it, the results of my research. Certainly the implications of our correct understanding, our truthful understanding of the Stalin period in the Soviet Union are very important for the advance of the socialist and communist movements around the world, including in India and elsewhere. And that is why I do this work. And it is clear to me that this is also why you are engaged in the important work that you are doing in Kerala. So I wish you the best of success. I will share with you, to the extent that you wish it, the results of my research. It is very important to attack and to critique and to disprove the lies about Stalin and the Stalin period that are continually raised by reactionary forces, by social democratic forces, by Trotskyist forces, and of course by overtly anti-communist capitalist forces. And I intend to continue to investigate these lies, and where I discover them, to refute them with evidence wherever I can. And I will be very glad to share those results with you and with others, of course, around the world. So once again,
I would like to thank you for inviting me here. Thank you for publishing my book in Kerala. And thank you for the honor that you do me. I wish you solidarity in our struggle for a better world, for socialism and for communism. And I wish to especially thank Mr. Poti, and I hope to stay in touch with you about these important matters. I would like to end by saying, long live the socialist movement, long live the communist movement, and long live the legacy of Joseph Stalin. Thank you. That's all. I can't hear you. No audio. No. കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. Yes. ഓക്കെ. പുസ്തക പ്രകാശനത്തിന് വേണ്ടി സഖാവ് കെ ചന്ദ്രപിള്ളയെയും പുസ്തകം സ്വീകരിക്കുന്നതിന് വേണ്ടി സഖാവ് എം ശ്രീകുമാറിനെയും ക്ഷണിക്കുകയാണ്. Very nice. Very good. സഹകളെ, വളരെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു ചടങ്ങാണ് ഇവിടെ നടന്നത്. ഇവിടെ മലയാളത്തിൽ മുമ്പ് ഞാൻ മിസ്റ്റർ ഗ്രോവറുമായിട്ട് വാക്ക് പറയുന്നത് ഒരു ന്യായമായ കാര്യമാണ്. ഗ്രോവർ കാർഫർ. Yes. I know. And Mr. Ramayandran in Delhi. See, this is an important contribution by Mr. Grover to the humanity, I can say. It is not confined to a country or to an occasion alone. This contribution is for the entire humanity, where you are unmasking the reality and the historical objectivity to the entire world in its naked form, how the slanties were created against, fabricated against Comrade Joseph Stalin during his period. And after that, it was heightened to mountain heights. Still, they are continuing that. In such a situation, this kind of a publication
actually a storming one, and it will really make some impact on the class enemies of Marxism-Leninism. That much it is a very valuable labor you did, and we all Keralites, and for Indian people, I can say, we value the labor you did and put on this project, basically. One more thing I want to share, the relevance of this text is now very, very high, because as we all know, capitalism in its new phase, now reaching a stage of a systemic crisis and towards its end as a system. It is manifesting entirely, it's all anti-human, anti-social, anti-nature manifestations. And latest IPCC report also calling the entire humanity how we have to move unitedly against the society by the finance capital. So the path shown by Comrade Stalin during the turbulent years in building up socialism as an important monument for the furtherance of the entire propagation of Marxism-Leninism over the world, and its fight, heroic fight and victory against Marxism. These are all permanent and immortal type of monuments for Stalin. There is no need for any additional thing than what. The definite manifestations of these imperialist circles are now through this contribution of yours is unmasking. Really, I'm very delighted. I'm very happy and grateful for the those who are in solidarity with the Marxist doctrine. This much I'm saying, and I'm again registering and putting my salute, red salute to you on this behalf. Thank you. Thank you. Thank you very much. Now, നമുക്ക് മലയാളത്തിൽ പറഞ്ഞാൽ മതിയല്ലോ. നിങ്ങൾ ഇന്നിപ്പോ ചെയ്യുന്ന ഈ ജോലി തുടർച്ചയിൽ ഈ പുസ്തകത്തിന്റെ പരമാവധി വിൽപ്പന മാത്രമല്ല വായന മാത്രമല്ല ചർച്ചയും സംഘടിപ്പിച്ചുകൊണ്ട് തുടരണമെന്നാണ് എനിക്ക് ആമുഖമായി പറയാനുള്ളത്. ഇത് പ്രകാശനം ചെയ്യുമ്പോൾ പ്രകാശിപ്പിക്കുന്ന ഒരാശയത്തിന്റെ എല്ലാ തലങ്ങളിലേക്കുമുള്ള വ്യാപനത്തിന് വേണ്ടി ബോധപൂർവമായ ഒരു പ്രവർത്തനം സംഘടിപ്പിക്കേണ്ടതുണ്ട്. നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം, ഏറ്റവും മികച്ച മുന്തിയ ശാസ്ത്രീയമായ ധാരണകൾ നമുക്കുണ്ടെങ്കിലും അതെല്ലാവരുമാക്കി മാറ്റുന്നതിൽ നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നേരിടുന്ന പ്രതിസന്ധി. അതുകൊണ്ട് ആ കാര്യം ശ്രദ്ധിക്കാം. ഒന്ന്, ഈ സന്ദർഭത്തിൽ അഭിവ്യക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോവിയറ്റ് യൂണിയന്റെ 20ാം പാർട്ടി കോൺഗ്രസിന്റെ ഘട്ടത്തിൽ ക്രൂഷ്ചേവിന്റെ നേതൃത്വത്തിൽ മുൻപോച്ച റിപ്പോർട്ട് വന്നതിന് ശേഷം പാലക്കാട് ചേർന്ന പാർട്ടി കോൺഗ്രസിൽ ഈ വിഷയങ്ങൾ സമഗ്രമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. അത് സ്റ്റാലിന്റെ കാലഘട്ടത്തെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നതിൽ വലിയ അളവിൽ വിജയിച്ചിട്ടുള്ള രേഖയാണ്. സ്റ്റാലിന്റെ കുറവുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുന്നതെല്ലാം യഥാർത്ഥത്തിൽ ചരിത്ര വിരുദ്ധമായ കാര്യമാണ്. അതിന്റെ അർത്ഥം ഒരു അപ്രമാദിയായി സ്റ്റാലിനെ ഒരു തെറ്റുകളും ഇല്ലാത്ത ഒരാളായി കാണണമെന്ന നിലയ്ക്ക് ഒരാളെ നമുക്ക് കാണേണ്ട കാര്യം, ലെനിൻ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തേക്ക് അതിന്റെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് 1911 സ്റ്റാലിനെ ഉൾപ്പെടുത്തുമ്പോൾ കണ്ട നാൾ തൊട്ട് കത്തറവാടുകൾ ആരംഭിക്കുന്ന കാലം തൊട്ട് സ്റ്റാലിനോടുള്ള നിലപാട് കാഴ്ചപ്പാടും ലെനിൻ വ്യക്തമാക്കുന്നുണ്ട്. ലെനിൻ ഒരു ഘട്ടത്തിൽ പറഞ്ഞത് സ്റ്റാലിനെ ആദ്യം നേരിട്ടുണ്ട്. അതിന് കത്തറവാട് മുഴുവൻ നടന്നിട്ട് 1903 തൊട്ട് അവർ തമ്മിൽ കത്തറവാടുകൾ കണ്ണൂരിൽ കാണുന്നത് 1905-ലാണ്. ആദ്യത്തെ വാക്ക് തന്നെ ദ മിറാക്കിൾ മാൻ ഓഫ് ജോർജിയയിൽ നിന്നുള്ള അത്ഭുതങ്ങൾ എന്ന് പറഞ്ഞാൽ അത്ര വലിയ വിദ്യാഭ്യാസത്തിന്റെയും പാണ്ഡിത്യത്തിന്റെ ഔന്നത്യമുള്ള കാലഘട്ടമാണ്. അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു വികാരിയത്തിനാകാൻ പോയാണ്. പിന്നെ അവിടെ നിന്ന് വീർപ്പുകുട്ടി പുറത്തു കൊണ്ടു. വീർപ്പുകുട്ടി എന്ന് പറഞ്ഞാൽ അവിടുത്തെ പാഠ്യവിഷയങ്ങളും അവിടുത്തെ ബോധന രീതിയും അവിടുത്തെ മേലധികാരികളുടെ നിലപാടുകളും കണ്ട് അതിനോട് മനമെടുത്ത് ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷെ 18 വയസ്സായപ്പോൾ തന്നെ ഏറ്റവും പിന്നോക്ക പ്രദേശമായ റഷ്യയുടെ പ്രവിശ്യയിലെ
തൊഴിലാളികൾക്കിടയിലെ ഏറ്റവും തലയെടുപ്പുള്ള കഥാപാത്രം മാറുകയും വിവിധ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള പഠനത്തെ താല്പര്യപ്പെടുകയും അദ്ദേഹം പഠിക്കാത്ത വിഷയങ്ങൾ ഭാഷാശാസ്ത്രത്തിൽ പോലും സ്റ്റാലിന് വലിയ ഔന്നത്യം ഉണ്ടായി. പക്ഷെ പിന്നീടെല്ലാം പഠിച്ചത് ഒരു വെല്ലുവിളി എന്നുള്ള നിലയ്ക്കാണ്. കാരണം 1922 കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടറി അംഗത്തിലേക്ക് മാറുന്ന ഒരു നില സ്റ്റാലിന്റെ പ്രവർത്തനത്തിന്റെ ചാതുരി കൊണ്ട് റഷ്യയിലെ പാർട്ടി ആകാൻ വിജയിച്ചു. സ്വാഭാവികമായി ചില പിണക്കങ്ങളും ഒക്കെ അതിന്റെ ഭാഗമായിട്ടുണ്ടായി. അതിന്റെ ഒരു ഭാഗത്ത് ട്രോട്സ്കി എക്കാലത്ത് വലിയ ആശയസമരങ്ങൾ ഉണ്ടെങ്കിലും ലെനിൻ കൃത്യമായി തന്നെ അദ്ദേഹത്തിന് ശേഷം അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആക്കിയത് സ്റ്റാലിനെ. അതിലെ വിപ്ലവാനന്തര ഗവൺമെന്റിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ പ്രവിശ്യകളെ എല്ലാം സംയോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പ്രധാനപ്പെട്ട ജോലികളിലാണ് ഈ ജോലികളെ ദ്രോഹിക്കുന്ന സമയം 5 മിനിറ്റ് പ്രസ്ഥാനം അവസാനിപ്പിച്ചോളാം. പക്ഷേ പറയുന്നു റഷ്യൻ വിപ്ലവം എന്ന് പറഞ്ഞത് ഉപമയില്ലാത്ത ഒരു സംഭവം. അതിന് മുൻപ് അങ്ങനെ ഒരു സംഭവമില്ല, ശേഷം മാതൃകകളില്ലാത്ത കാലത്ത് ഒരു പ്രത്യയശാസ്ത്ര ദാർഢ്യത്തിൽ നിന്നുകൊണ്ട് ഒരു സോഷ്യൽ സമൂഹത്തിന്റെ സ്ഥാപനത്തിന്റെ വിപ്ലവത്തിന്റെ വിജയത്തിൽ ആദ്യത്തെ ഉത്തരവാദിത്വം നേടിയ വിജയത്തെ, വിപ്ലവത്തെ കൺസോൾട്ടേഷൻ ഉണ്ടാക്കിയ നേട്ടങ്ങളെ സംരക്ഷിക്കണം. അത് ചെറിയ കാര്യമായിരുന്നു. അതിന് റഷ്യക്ക് അകത്തുനിന്ന് മാത്രമല്ല പുറത്തുനിന്ന് ഒരുപാട് എതിരാളികൾ ഉണ്ടായിരുന്നു. ലോകം കണ്ടത് റഷ്യയിലെ പുതുതായി വന്ന ഗവൺമെന്റിനെ ശിശുപ്രായത്തിൽ ഇല്ലാതാക്കലാണ്. അതിനോട് എതിരണം അവർ കണ്ടെത്തിയ ഒരു വഴി. കാരണം ഒരു വിമോചനത്തിന്റെ ത്വര ജനങ്ങൾക്ക് വലിയ തോതിലുള്ളതിനെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുണ്ടാക്കിയ സാരസ്യത്തിനുമുള്ള വിജയത്തെ തുടരണമെന്നുണ്ടെങ്കിൽ യൂറോപ്പിലെ രോഗിയാണ്. ലെനിന്റെ പ്രസിദ്ധമായ പ്രസംഗമുണ്ട്, സ്റ്റാലിനും പിന്നീട് ആവർത്തിച്ചിട്ടുണ്ട്. വിപ്ലവത്തിന് ശേഷമുള്ള റഷ്യ പരിഷ്കൃത രാജ്യങ്ങളെക്കാളും 150 കൊല്ലം പുറകിലാണെന്ന് പറഞ്ഞു. 150 കൊല്ലം പുറകിൽ. അങ്ങനെയുള്ള റഷ്യയെ മുമ്പോട്ടെടുക്കണമെങ്കിലോ സോഷ്യലിസത്തിന്റെ മികവ് അത് മറ്റെല്ലാത്തിനേക്കാളും മുന്തിയ വ്യവസ്ഥയാണെന്നുള്ളതാണ്. പക്ഷെ അത് പറഞ്ഞാൽ പോരാ, പ്രയോഗത്തിൽ കാണിച്ചു കൊടുക്കണം. ആദ്യം വന്നൊരു പ്രശ്നം അത് റഷ്യയിൽ മാത്രമായി വിജയിച്ച വിപ്ലവം സംരക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള പ്രശ്നം. അതൊരു വലിയ തർക്കമായി മാറി. ആ തർക്കത്തിൽ കഴിയില്ല എന്നുള്ള നിലപാടുകാരനായിരുന്നു ട്രോട്സ്കി. അത് സാധ്യമാണെന്ന് മാർക്സ് പോലും ഒരു ഘട്ടത്തിൽ പറഞ്ഞതിനകത്ത് കിടപ്പുണ്ട്. കാരണം മുതലാളിത്തം വികസിച്ച് സ്വാഭാവിക ഒരു പരിവർത്തനം അല്ലാത്ത സാധ്യതകൾ ഉണ്ടെന്നുള്ളത് പിന്നീട് അത് വിശദീകരിച്ചത് ലെനിനാണ്. സത്യത്തിൽ റഷ്യ ഒരു മുതലാളിത്ത വികസന രാഷ്ട്രമേ ആയിരുന്നില്ല, വളരെ പിന്നിലായിരുന്നു. പക്ഷെ അവിടുത്തെ വസ്തുനിഷ്ഠ പരിസ്ഥിതികളെ ആകെ മനസ്സിലാക്കിക്കൊണ്ടുള്ള സമർത്ഥമായ ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പ്രയോഗത്തിന്റെ സംഘടനാ ചാതുരിയുടെ തന്ത്രത്തിന്റെ എല്ലാം ഫലമായിട്ടുണ്ടാക്കിയ വിജയത്തെ സംരക്ഷിക്കണമെങ്കിൽ ഒരു ന്യൂ ഇക്കണോമിക് പോളിസി വേണമായിരുന്നു. ന്യൂ ഇക്കണോമിക് പോളിസി എന്ന് പറഞ്ഞാൽ സാമ്പത്തിക പ്രക്രിയക്കകത്ത് മുതലാളിത്തം സംഭാവന ചെയ്യുന്നത് എല്ലാം ലാഭത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ്, ചരക്കുൽപാദനമാണ് ലാഭത്തിന്. സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് വന്നാലോ അതേ അല്ല ലക്ഷ്യം. അങ്ങനെ വരുമ്പോൾ എന്ത് വേണം? ചരക്കുൽപാദനം നടത്തി ലാഭം ഉണ്ടാക്കുന്ന പ്രക്രിയയിലെ പ്രധാനപ്പെട്ട തന്തു ഉൽപാദന ഉപാധികളുടെ ഉടമസ്ഥതയിലാണ്. ആ ഉടമസ്ഥത സ്വകാര്യതയിൽ തുടരുന്നതാണ് മുതലാളിത്തത്തിന്റെ വൃത്തികേട്. അത് മാറ്റാൻ വേണ്ടി പൊതു ഉടമസ്ഥ പ്രഖ്യാപിച്ചു. ഉടമസ്ഥ പൊതുവിൽ പ്രഖ്യാപിച്ച് ഉൽപാദനം നടത്തിയാലോ അതുകൊണ്ട് മാത്രം തീരില്ല. അതിന്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ അടുത്ത പ്രശ്നം ആസൂത്രിത വികസനം വേണമെന്നുള്ളത്. തോന്നിയത് ഓരോ സ്ഥലത്ത് ഉണ്ടാക്കിയ പോരാ, വളരെ സുസംഘടിതമായ ദീർഘവീക്ഷണമുള്ള ജനകീയ ആവശ്യങ്ങളെ താൽക്കാലികവും ഇടക്കാലവും ദീർഘകാല അടിസ്ഥാനത്തിലുള്ള കണ്ടുകൊണ്ടുള്ള മാനേജ്മെന്റ് വേണമായിരുന്നു. അപ്പോൾ അസാധാരണവും മാതൃകയില്ലാത്തതുമായ ഒരു പ്രത്യേക സാഹചര്യം എന്ന് വെച്ചാൽ ഒരു വഴിയറിയാത്ത ഘട്ടത്തിൽ നാവിഗേഷൻ എന്ന് പറയും, അൺചാർട്ടഡ് വാട്ടേഴ്സ്, ദിക്കറിയാത്ത ഇടങ്ങളിൽ ഒരു കപ്പലോടിക്കുന്ന പ്രശ്നമാണ്. അതാണ് പ്രശ്നം. അതിനകത്ത് അൺചാർട്ടഡ് വാട്ടറാണ്. മുൻകൂട്ടി പറഞ്ഞ നടന്നു തേഞ്ഞ പാതയില്ല, പാത വെട്ടുകയാണ്. അങ്ങനെ വന്ന പുത്തൻ സാമ്പത്തിക നയത്തിന്റെ നടത്തിപ്പിൽ അസാമാന്യമായ നേതൃപാഠവുമാണ് സ്റ്റാലിൻ കാണിച്ചിട്ടുള്ളത്. 1924 ലെനിൻ മരിക്കുന്നു. ലെനിന് ശേഷം സോവിയറ്റ് യൂണിയൻ തകർന്നു പൊയ്ക്കൊള്ളുമെന്ന് പാശ്ചാത്യ ലോകം ആഗ്രഹിച്ചിരുന്നു. പക്ഷെ വിശ്വസ്തമായ കരങ്ങളിൽ ഞാൻ പറയുമ്പോൾ വ്യക്തി എന്നല്ല, അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേന്ദ്ര കമ്മിറ്റി സംഘടിതമായി നടത്തിയ പ്രവർത്തനത്തിന്റെ ഫലമായി ആ ആശങ്കയെ അകറ്റിക്കൊണ്ട് മുമ്പോട്ട് വന്നത് മാത്രമല്ല, ചുരുങ്ങിയ സമയം കൊണ്ട് ആദ്യത്തെ ന്യൂ ഇക്കണോമിക് പോളിസി 5 കൊല്ലം പറഞ്ഞത് 4-ാം കൊല്ലത്തിൽ ലക്ഷ്യം കണ്ടു. അത്ഭുതകരമായ ഒരു കാര്യമാണ് ലോകത്ത്.
പഞ്ചവത്സര പദ്ധതികളുമെല്ലാം ഇഴയുന്ന അനുഭവമുള്ള മുതലാളിത്ത പാരമ്പര്യത്തിന്റെ സ്ഥാനത്ത് പ്രഖ്യാപിച്ചത് 4.25 കൊല്ലം കൊണ്ട് പൂർത്തിയാക്കണം. എങ്ങനെ സാധിച്ചു? വൻതോതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്തു. അവർക്കെല്ലാം ചുമതല കൊടുക്കും. ഒറ്റ പീരീഡ് 5 കൊല്ലം കൊണ്ട് സംഘടിത വ്യവസായ തൊഴിലാളികളുടെ എണ്ണം 110 ലക്ഷത്തിൽ നിന്ന് 220 ലക്ഷം ഉയർത്തി. അങ്ങനെ വന്നപ്പോൾ പ്രശ്നം പറ്റി. കാർഷിക മേഖലയിലെ താല്പര്യം കുറഞ്ഞു. ആ കാർഷിക മേഖലയും കൂടി ഒപ്പം നിന്നാലേ മുമ്പോട്ട് പോകൂ. അതുകൊണ്ട് കാർഷിക മേഖലയിൽ കൂട്ടുകൃഷിയുടെ, സഹകരണ കൃഷിയുടെ ഒരു പുതിയ യുഗം തുറന്നു കൊടുത്തു. അപ്പൊ അവിടെ വലിയ ഉൽപാദനത്തിന്റെ സമൃദ്ധി, ഇവിടെ വ്യാവസായിക ഉൽപാദനത്തിന്റെ സമൃദ്ധിക്കകത്ത് ടെക്നോളജിക്ക് ഒരു പങ്കുണ്ട്. ടെക്നോളജി എടുത്ത് പ്രയോഗിക്കുന്നതിനകത്ത് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ റഷ്യ കാണിച്ചത് കണ്ണഞ്ചിപ്പിക്കുന്ന വിജയമാണ്. അങ്ങനെ ആദ്യം ബഹിരാകാശത്തൊക്കെ പോകുന്നത് 50-കളിൽ. ടെക്നോളജി എല്ലാം എടുത്ത് നല്ലതുപോലെ ടെക്നോളജി എന്ന് പറഞ്ഞാൽ ശാസ്ത്രത്തിന്റെ പ്രയോഗമാണ്. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ വസ്തുതകളെയും സ്വാഭാവികമായ ഗതിയെയും കൃത്യമായി അളന്ന് മനസ്സിലാക്കണം. അതാണ് ശാസ്ത്രം. വളരെ പെട്ടെന്ന് എന്തായി? ലോകത്തിൽ സോഷ്യലിസത്തിന് മുതലാളിത്തിനേക്കാൾ മേൽക്കൈ ഉണ്ടെന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിച്ചു കളഞ്ഞു, യാഥാർത്ഥ്യമാക്കി കളഞ്ഞു. അന്ന് തുടർന്നു വന്നൊരു പ്രത്യേക പരിതോവസ്ഥയ്ക്കകത്താണ് 2ാം ലോക യുദ്ധത്തിലുള്ള കാര്യം വരുന്നത്. ജർമ്മനിയുടെ ആക്രമണത്തിൽ ജർമ്മനിയെ മുൻകൈയെടുത്ത് റഷ്യയെ ആക്രമിച്ച് അത് കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് അവസാനിപ്പിക്കട്ടെ എന്ന് കണക്കാക്കി പാശ്ചാത്യ കാത്തിരുന്നപ്പോഴാണ് തയ്യാറെടുപ്പിന് സമയം പോരാത്തത് കൊണ്ട് അനാക്രമണ സന്ധി ഉണ്ടാക്കി. അനാക്രമണ സന്ധി വരുന്നത് അവിടെയാണ്. ആ അനാക്രമണ സന്ധിക്കകത്ത് സമയം കിട്ടിയത് തയ്യാറെടുത്തുകൊണ്ട് ജർമ്മനിയെ വീഴ്ത്തുമ്പോൾ മറ്റു പാശ്ചാത്യങ്ങൾ കൂടെ നിൽക്കുക മാത്രമല്ല, കിഴക്കൻ യൂറോപ്പ് ആകെ ഫാസിസത്തിനുമുള്ള വിജയത്തിന്റെ ഘട്ടത്തിൽ ഇപ്പുറത്തേക്ക് പോരുകയും ചെയ്തു. അങ്ങനത്തെ ആ ചരിത്ര സംഭവങ്ങളുടെ നിർണായക ഘട്ടങ്ങളിൽ സ്റ്റാലിനെടുത്ത നേതൃത്വത്തിന് അസാമാന്യമായ ഒരു യുണീക്ക്നെസ് വെച്ചാൽ അനുപമത്വമുണ്ട്. ഇതിനിടയിൽ ഞാൻ 56-ലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമേയം പറഞ്ഞു. മലയാളത്തിൽ മറ്റൊരു പുസ്തകം സ്റ്റാലിനെ സംബന്ധിച്ച് വന്നിട്ടുണ്ട്. അത് ഈ രേഖയുടെ പ്രത്യേകത സോവിയറ്റിയുടെ തകർച്ചയെ തുടർന്നുള്ളൊരു പ്രത്യേക ഇടവേളയിൽ ആർക്കൈവ്സ് തുറന്നു കൊടുത്തപ്പോൾ കിട്ടിയ വിവരങ്ങളാണത്. ഈ പുസ്തകത്തിന്റെ പ്രാധാന്യം അവിടെയാണ്. അതേസമയം ഇതിന്റെ കുറച്ചേറെ വിവരങ്ങൾ ആ സമയത്ത് വേറെയും വന്നിരുന്നു. അതുകൂടിയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പയ്യപ്പള്ളി ബാലൻ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചെന്ന് അറിയില്ല. അത് സ്റ്റാലിന്റെ പ്രസക്തി എന്ന് പറയുന്നത് നല്ല ഒരു സംഭാവനയാണ്. ഒരു 10-20 പേര് ഉണ്ടാവും. പയ്യപ്പള്ളി നമ്മുടെ വ്യവസായ മേഖലയിൽ എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. ഇവിടെ വന്നിരിക്കുമ്പോൾ ചെറിയാനെ ഞാൻ ഓർക്കും, വന്നപ്പോൾ തൊട്ട് ഓർക്കുന്നുണ്ട്, എപ്പോഴും ഞാൻ ഓർക്കും, എൻ്റെ ഗുരുസ്ഥാനത്തുള്ള ആളാണ്. അപ്പോ പിന്നെ ഒരു ശ്രദ്ധേയമായി സംഭാവന ചെയ്ത ആള് ഹിരൺ മുഖർജിയാണ്. 1967 ഹിരൺ മുഖർജി സ്റ്റാലിൻ സെന്ററിന്റെ സമയത്ത് ഒരു പുസ്തകം എഴുതി. സ്റ്റാലിൻ, അതിനകത്ത് സെന്ററി ഓഫ് സ്റ്റാലിൻ എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ കൃത്യമായി വിവരിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്നൊരു പ്രശ്നം, ഈ സ്റ്റാലിന്റെ ഒരു നേതൃത്വപരമായ ശേഷിയുടെ പ്രത്യേകത കൊണ്ട് 56 പ്രമേയത്തിൽ കാര്യം പറയുന്നുണ്ട് അജയ് ഘോഷ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് ഒരു ഘട്ടത്തിൽ സംശയം നിർത്തിക്കുന്ന 4 അംഗ സംഘം സ്റ്റാലിനെ കാണുന്നുണ്ട്. ആ കാണാൻ പോയ സമയത്ത് സ്റ്റാലിൻ ഒരു വാചകം പറഞ്ഞിരുന്നു. അത് ഇന്ത്യയിലെ ബൂർഷ്വാസി 2ആയി ചേരി തിരിഞ്ഞിട്ടുണ്ടെന്നും അതിലൊന്ന് ഇംപീരിയലിസവുമായി സഖ്യം ചെയ്തിരിക്കുകയാണെന്നും സ്റ്റാലിൻ പറഞ്ഞു. ആ പോയ ആളുകളാരും എതിർത്തുമില്ല, എതിർക്കണമെന്നാലും തോന്നിയുമില്ല. കൊല്ലങ്ങൾ കഴിഞ്ഞിട്ട് അജയ് ഘോഷ് പറഞ്ഞു, സ്റ്റാലിനത് അവതരിപ്പിക്കുന്ന രീതിയും ഞങ്ങൾക്ക് അദ്ദേഹത്തുള്ള മനോഭാവത്തിന്റെ കാരണം കൊണ്ട് വസ്തുതാപരമായി തെറ്റാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ചോദിക്കാനേ പറ്റിയില്ല. അതാണ് ഈ സ്റ്റാലിൻ കൾട്ട് എന്ന് പറയുന്ന സംഗതി. അത് ശരിക്ക് പരിശോധിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിന്റെ പ്രയോഗത്തിൽ ഉൾപാർട്ടി ജനാധിപത്യത്തിന് ശോഷിപ്പ് വന്നാൽ, തെറ്റും കുറവും അങ്ങോട്ടും ഇങ്ങോട്ടും നിർദ്ദയമായി പറഞ്ഞ് തിരുത്തിപ്പോകുന്ന ഒരു ശൈലി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നാം ഉദ്ദേശിക്കാത്ത തെറ്റുകളിലേക്ക് വഴുതി പോകാമെന്നുള്ളതാണ് പാഠം. ഇനി ക്രൂഷ്ചേവ് ഇത്രയെല്ലാം സ്റ്റാലിനെതിരെ പറഞ്ഞെങ്കിലും ഒരു ഘട്ടത്തിൽ പിന്നീട് ക്രൂഷ്ചേവ് പറയുന്നുണ്ട്, ഇംപീരിയലിസ്റ്റിന്റെ സമരം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വീണ്ടും സ്റ്റാലിനിസ്റ്റാകുന്നു. ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ നെഹ്റുവിന്റെ പ്രസംഗം സ്റ്റാലിൻ മരിക്കുമ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ, നേരത്തെ ഇവിടെ രവീന്ദ്രനാഥ് ടാഗോറിന്റെ കാര്യം പറഞ്ഞല്ലോ,
വെൽസിന്റെ കാര്യം പറഞ്ഞാൽ നെഹ്റു കൃത്യമായി പറയുന്നുണ്ട്, ഈ കാലത്ത് നമുക്കിങ്ങനെ ഇവിടെ കൂടാനും ഇരിക്കാനും കഴിയുന്ന അവസരം ഉണ്ടാക്കിയത് ആ കാലത്ത് സ്റ്റാലിനെടുത്ത മുൻകൈ കൊണ്ട് മാത്രമാണെന്ന് പറയുന്നത്. ഉള്ളതിനെ പ്രസംഗിക്കണത് മാവോ സേതുങ് സ്റ്റാലിനെ അസസിച്ചിട്ടുണ്ട്. പുള്ളി പറഞ്ഞു സ്റ്റാലിന്റെ മഹത്വം നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത, പിന്നെ കുറവുകൾ 7 ഗുണമുണ്ടെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞാൽ 3 കുറവുണ്ടെന്ന് സംബന്ധിച്ചേക്കാം. അതാണ് സ്റ്റാലിനെ സംബന്ധിച്ച മാവോയുടെ പറയും. അങ്ങനെ ഒരുപാട് പേരുണ്ട്, ഇപ്പം എല്ലാം പറയുന്നു, ഒരുപാട് പേരുടെ ഉണ്ട്. അപ്പോ നമ്മൾ ഇപ്പം പഠിക്കുന്നത് ലോകം ഒരു പുതിയ ദിശയിലേക്ക് മാറുകയാണ്. ഇന്ത്യയിൽ നമ്മൾ 100 കൊല്ലം പൂർത്തിയാക്കുന്ന കമ്മ്യൂണിസ്റ്റ് 100 കൊല്ലം പൂർത്തിയാക്കുന്ന ഇന്ത്യയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഇവരെ ഉണ്ടായില്ലെന്നുള്ള യാഥാർത്ഥ്യബോധം ഉള്ളപ്പോഴും ആ മാറ്റങ്ങൾ സംഭവിക്കുമെന്നുള്ള തെളിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കൃത്യമായി സ്പോട്ട് ചെയ്യാം. മഹാപഞ്ചായത്ത് എന്ന് പറയുന്ന സംഭവത്തിലൂടെ പുറത്തേക്ക് വന്ന ആശയം ചെറുതല്ല. ഇന്ത്യയിലെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത് ജനങ്ങളെ ഏകീകരിക്കുന്നതിനകത്ത് വരുന്ന പ്രശ്നമാണ്. അതിലേറ്റവും വലിയ ഡിവൈഡറായി കിടക്കുന്നത് മത, ജാതി, വർഗീയ ബന്ധങ്ങൾ. മഹാപഞ്ചായത്ത് 22 സംസ്ഥാനങ്ങളിലെ കൃഷിക്കാരെ ചേർത്ത് പറഞ്ഞത് ഞങ്ങൾക്ക് അതില്ലെന്നാണ്. അത് ചെറിയ കാര്യമല്ല. വർഗപരമായ ഐക്യത്തിന്റെ സാധ്യതകളെ ശിഥിലീകരിക്കുന്ന ജാതീയവും വർഗീയവുമായ ചിന്തകൾക്കെതിരായി ഇന്ത്യയിലെ കൃഷിക്കാരെ പാപ്പരീകരിക്കപ്പെടുകയാണ്. പുരോഗതിയുടെ ഘട്ടത്തിൽ കൃഷിക്കാർ തൊഴിലാളി വർഗവൽക്കരണത്തിലേക്ക് വരുന്നതല്ല സംഭവിക്കുന്നത്. ഇവിടെ തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുന്നു, കൃഷിക്കാർക്ക് പാപ്പരീകരണം സംഭവിക്കുകയാണ്. അത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഘട്ടത്തിൽ ഈ വരവ് തൊഴിലാളികളും കൃഷിക്കാരും തമ്മിലുള്ള മുമ്പ് നമ്മൾ എഴുതുക മാത്രം ചെയ്തിരുന്നത് പ്രയോഗത്തിൽ വരാൻ പോവാണ്. അങ്ങനത്തെ ഒരു കാലത്ത് നമ്മുടെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനാ ധാരണകൾ ശരിയായി ഉറപ്പിച്ചു കൊണ്ടുപോകുന്ന പ്രവർത്തനത്തിന്റെ പ്രസക്തി കൂടി ഭൂമിയിലെ മുഴുവൻ ജീവികളുടെയും ഭാവിയെ കുഴപ്പത്തിലാക്കുന്ന വിധത്തിൽ മൂലധന ശക്തികളുടെ ആക്രമണം അന്തരീക്ഷത്തിന്റെ ഘടനയെ, വാതക ഘടനയെ, ഊഷ്മാവിനെ, കാലാവസ്ഥയുടെ സാധാരണ സന്തുലനത്തെല്ലാം അട്ടിമറിക്കുന്ന കാലത്ത് യഥാർത്ഥ സമരം രാഷ്ട്രീയമായ ആഗോളതലത്തിൽ മൂലധനത്തിന്റെ പ്രകൃതി ചൂഷണത്തിനെതിരായിട്ടാണ്. ഇന്ത്യയിൽ പ്രകൃതി ചൂഷണം മാത്രമല്ല, കൃഷിക്കാരാകെ ചൂഷണം ചെയ്യുക, തൊഴിലാളികൾ മനുഷ്യാധ്വാനത്തെയും കാർഷിക വ്യവസായ മേഖലകൾ അതെയും പ്രകൃതി വിഭവങ്ങളെയും ചൂഷണം ചെയ്യുന്ന ആഗോള പരിപാടി പുതിയ രൂപത്തിൽ ഇന്ത്യയിൽ വരുമ്പോൾ ലോകത്ത് വലിയ മാറ്റം വരികയാണ്. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നില്ല, ഇപ്പോൾ വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ സോവിയറ്റ് വിപ്ലവത്തിന് ശേഷം സോഷ്യലിസത്തിന്റെ അംഗീകാരം വർദ്ധിച്ചു. എതിർത്ത് നിന്നിരുന്ന ആളുകളെല്ലാം മാറാൻ തുടങ്ങി. ആ ഒരു കാലത്തിലേക്ക് വരുമ്പോൾ ശരിയാവണ്ണമുള്ള സംഭാവനകൾ സ്റ്റാലിൻ്റെത് ജനങ്ങൾക്കിലേക്ക് എത്തിക്കുന്ന അതൊരു വിപ്ലവ പ്രവർത്തനം തന്നെയാണ്. ആ അർത്ഥത്തിൽ നിങ്ങൾ ചെയ്ത ജോലി വളരെ വലുതാണ്. അതിന് നിങ്ങൾ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എന്നെ ഇത് ക്ഷണിച്ചതിന് പ്രത്യേകമായ കൃതജ്ഞത കൂടി രേഖപ്പെടുത്തി ഞാൻ ഉപസംഹരിക്കുന്നു. I extend my heartfelt thanks to Professor Gawar for the opening. Professor Vijay Singh, please unmute yourself and talk. You are not audible. Please unmute first. Can you hear me now? Yeah. Okay. You would like me to speak? Yes, sir. You are invited to speak.
You are invited to speak. Now, Yes, yes, you are invited. now, we are very happy that Professor Grover was able to contribute to today's meeting. It's a very important meeting because we are actually fighting US imperialism. We are fighting the Trotskyism, and we are fighting modern revisionism through this meeting. And so it's very important meeting. You see, if you look in the history of Soviet Union and imperialism, throughout the Cold War, the bourgeoisie and the Trotskyists carried out attacks on Stalin. The United States spent millions of dollars to fight communism. They were not taken seriously in the 1930s, the 1940s, until the 20th Congress. And the 20th Congress, in that, Khrushchev came out with a speech which is now very well known. There's no point in going into it. But what we did not know is that Khrushchev had been a member of the Trotskyist opposition in 1923 and 1924. Yes, many people pointed out in 1956 onwards that the speech of Khrushchev was in the Trotskyist tradition, but nobody knew that Khrushchev had been in the 1920s a supporter of Trotsky. And this only came to be known in the 1990s when a book came out of the memoirs of Kaganovich. So if we go into Kaganovich's book, we will find the truth about Khrushchev and Trotsky. It was Khrushchev who validated the lies of Trotsky of 1920s, 30s, 40s, 50s, 60s. So it's a very important thing to know. Khrushchev returned to his Trotskyist roots after the death of Stalin. It led to the destruction of the communist parties. And even when the speech was made by Khrushchev attacking Stalin, all the members, all the leaders of the democratic camp supported Khrushchev. That is also a very important thing. No leader of the democratic camp came out in favor of Stalin in February 1926. If you look at the speeches, all supported. Some people even said that Stalin sabotaged our revolution. He did not want it. I will not mention names. So, defense of Stalin was confined to very few people. And by Professor Grover in his remarkable book, Khrushchev Lied, attacked the core of modern revisionism, Trotskyism, and the CIA lies. That is the significance of the book. That is the significance of Professor Grover. Even now, when people defend Stalin, if you refer to Professor Grover, and you refer to the book Khrushchev Lies,
you will be showered with abuse. Now, just last week, I was having a dialogue with an eminent journalist from Kolkata. So I mentioned that you read Khrushchev Light, and then the man who normally is journalist who normally attacks communism printed a number, circulated a number of documents attacking Grover. Just as the Hindutva forces have been attacking the left and the secular forces, of course, many pages have been written against Grover. That he's not a historian, he's not a specialist. The bourgeois scholars do not take him seriously. Naturally, the bourgeois scholars don't take him seriously. And this was circulated last week. When Khrushchev Lied was published, the people in English, people telephoned the publisher and said, "What have you done?" They were Trotskyists from Kolkata. They said, "What have you done? Your reputation will fall." They were from America, from United Kingdom. Trotskyists contacted the publisher. "What have you done? You will be ruined." So this is the reaction to the work of Grover. Now, it was very difficult, even in America, to get Khrushchev Lied translated. And we offered that in India we can try to publish it. And even then it took 2 years to arrange for the publication of Khrushchev Lied. Now, fortunately now it has been translated into half a dozen Indian languages. I believe it has been translated into Telugu and Tamil and Bengali and Hindi. So we hope that more languages it will be translated. So Grover has done a commendable job in interpreting the new archival material which has come out of ex-Soviet Union. And one prominent book which came out in 2003 in Moscow was the book Inoue Stalin, the other Stalin, the different Stalin. It was written by a historian by the name of Yuri Zhukov. Now, Yuri Zhukov, who came out with this book, was not a Marxist. He was a Russian patriot who wanted to know the truth, and he was a historian. Let me tell you that if you look at the publications in Russia in the 1990s and early 2000s, years of 2000, there was a massive drive to publish bourgeois and Trotskyist literature in Russian. And they were very successful. Under Gorbachev, lakhs of books were published, in lakhs of copies, books were published by Bukharin, Trotsky, Rykov, all the anti-Soviet writers of the Stalin period. And in the 1990s, after Gorbachev, the bourgeois literature was published. But what is interesting is that after 10 years of bourgeois literature, there was a tremendous reaction. And from 2005 or so, there have been hundreds of books published in Russian, which are defending Stalin. So the bourgeois and revisionist attacks led to the Stalin defense. And what Grover has done in his book,
on democratic reform in Stalin is to bring to the English-speaking world the material published by Yuri Zhukov in Moscow. And Yuri Zhukov said very correctly that from the 1950s, in the 1940s, and in the 19th Congress of the CPSU in 1952, Stalin and his circle made serious attempts to democratize the party and the state and to bring about the education of the cadre which has come out of the revolution. Now we know that communism is a higher form of democracy, and the bourgeoisie and the imperialists attack communism for being inferior to democracy. But as Stalin said, what is the point of having such bourgeois norms when you don't have food in your stomach? So what did Stalin want? He wanted that there be several candidates in the primary elections in which non-party people would be in competition with party people. Even the party candidates who were selected in the 1930s, it is very interesting that the party candidates came in front of their constituents and in front of the trade unions of that era, and they were grilled. They were grilled by the people. What have you done and what are you going to do? There are accounts of this book in publications which came out in the 1930s. Or there's a book by Pat Sloan on Soviet democracy, which is an excellent book, and it should also be published in Malayali. And there is also some Americans who visited the Soviet Union. And one of these guys worked in the Lenin Library, and he gives a description of how the candidates were grilled. So it was a question of moving from one form of democracy to another form of democracy. And this is the essential point which is made by Yuri Zhukov, that those people who had come up in the revolution and in the civil war, they were worried that if they were sent off for education and they were removed from their post temporarily, and if they had competition with non-party people, they may not be elected. And Yuri Zhukov gives a full account of how the first secretaries in the Soviet Union fought back against Stalin's proposals and the proposals of the people around Stalin, like Molotov and Kaganovich. The only way that these people could counter Stalin was to argue that there are many attempts to revolt, to revolt against the regime from the ex-kulaks, the ex-bureaucrats, the ex-bourgeoisie. And this led to sections of Soviet intelligence and the parties to persecute sections of the party which they felt was a threat. But what Yuri Zhukov says is that the decisive factor which persuaded Stalin and his circle to stop this democratization
was the fact that a number of genuine conspiracies to remove Soviet power, to end the leadership of the Soviet Party, and particularly the Tukhachevsky conspiracy, about which Grover Furr wrote one of his early articles in 1998. This stopped democratization in the 30s, and even in 1952, there was a problem in that democratization which Stalin advocated could not take place, partly because Stalin died at a particular point. And of course, Stalin's death has always been a kind of mystery at best. 2 points I would like to make before I complete my discussion. This article by Grover Furr was published in 2005, and in that he says that there was mention of the program of the Communist Party, which was drafted in 1947, and that was not available. Actually, even when Grover Furr talks about that program, it was there in the archives. In fact, I got it out of the Moscow archives, and I have a copy of it in Russian. And subsequently, in recent years, in last 2 years, a full book has come out on the 1947 Communist Party draft by a leading member of the journal Pravda. And secondly, this book has come out in 3-4 years back, and it is a huge volume. You can see it's a very fat volume of economic discussions between 1947 and 1953. And part of that is the 1947 discussion and the documents around the 1947 program. So that remains to be studied. I wanted to point that out because we need to update what was written in 2005. Second point I'd like to make is that it is not very clear, as Professor Grover argues, that there are continuities in the views of Stalin and Beria. I have read very carefully what Grover has written in this book and elsewhere on Beria, but I believe that these his views are quite controversial, and views in the communist movement are divided. Even when Beria died, or when Stalin died, Beria, Malenkov, and Khrushchev went to see Stalin when he was lying on the floor in his dacha. He was unconscious. No medical attention was given by these three people to bring a doctor to give medication to Stalin. That's very important. After, in Beria's 100 days of power, many criminals were released from jail, caused a number of problems. Beria had interesting points on Germany, and his views were quite unproblematical, but he wanted to have a relationship with the Yugoslavia, which was very controversial. Not that better relations should not have been there with Yugoslavia, but Beria contacted Yugoslav intelligence without going through the party. And there's a letter to that effect, which has been published in English also, in which this is discussed. So I would like to end there, and I'd like to end by congratulating the comrades in Kerala for having published this book and of having an open international discussion on this book. I hope that their good work will continue
And I also must thank you for inviting me to say a few words in this meeting. Thank you very much. Thank you, Comrade Vijay Singh. And for your information, Grover First Khrushchev Lied has already been translated into Malayalam. Yeah. And we have decided, Proletarian publishers have decided to publish it. The next book will be Khrushchev Lied. Thank you. Okay. Okay. Thank you. അടുത്തതായി ഈ പുസ്തകം ഏറ്റുവാങ്ങിയ സഖാവ് ശ്രീകുമാർ അദ്ദേഹത്തെ സംസാരിക്കാനായിട്ട് അതേപോലെ തന്നെ പുസ്തകം എഴുതിയ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, പുസ്തകം എഴുതിയ ഗവർണർ ഡോക്ടർ വിജയ് സിംഗ്, പുസ്തകം പരിഭാഷപ്പെടുത്തിയ രാമചന്ദ്രൻ, മറ്റ് സുഹൃത്തുക്കളെ, സഖാക്കളെ, സ്റ്റാലിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി എന്നെ ചുമതലപ്പെടുത്തിയത് ആദ്യമായി ഞാൻ ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന വോളണ്ടിയറിംഗ് പ്രൊഫഷണൽസിന് നന്ദി പറയുന്നു. സ്റ്റാലിനെ സംബന്ധിച്ച് ഇന്ന് വളരെ വിവാദപരമായ ഒട്ടേറെ വാർത്തകൾ പുറത്തു വരുന്ന ഒരു സമൂഹമുണ്ട്. പക്ഷെ നമുക്ക് അറിയാം, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർക്ക് നന്നായിട്ട് അറിയാം, ലോക ചരിത്രത്തിൽ അല്ലെങ്കിൽ മനുഷ്യ വികാസത്തിൽ ഒരുപക്ഷെ ഇന്നത്തെ ലോകം ഇതുപോലെയെങ്കിലും നിലനിർത്തുന്നത് സോവിയറ്റ് യൂണിയന്റെ നേതാവായിരുന്ന ലെനിനും സ്റ്റാലിനും ഒക്കെ ഉണ്ടായിരുന്ന പങ്ക്, ആ പങ്ക് തിരിച്ചറിയുന്നവരാണ് ലോകത്തിലെ കമ്മ്യൂണിസ്റ്റുകാരും ജനാധിപത്യ വിശ്വാസം. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ രവീന്ദ്രനാഥ് ടാഗോർ, ജവഹർലാൽ നെഹ്റു തുടങ്ങിയ ജനാധിപത്യ വിശ്വാസികൾ പോലും ഇന്നത്തെ ഈ ലോകത്തിന്റെ നിലനിൽപ്പ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അല്ലെങ്കിൽ രണ്ടാം ലോക മഹായുദ്ധത്തിനെ തുടർന്ന് ഇന്നത്തെ ഈ ലോകം ഈ രീതിയിലെങ്കിലും നിലനിർത്താൻ ജനാധിപത്യം സംരക്ഷിക്കാനും കഴിഞ്ഞിട്ടുള്ളത് സോവിയറ്റ് യൂണിയന്റെയും ആ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെയും അവിടുത്തെ ജനങ്ങളുടെയും സ്റ്റാലിന്റെയും ഒക്കെ നേതൃത്വപരമായ ഒരു പങ്കായിരുന്നു എന്നുള്ള കാര്യം ഇന്ന് ലോകം തിരിച്ചറിയും. നമുക്കറിയാം, ഒക്ടോബർ 30 ശേഷം 7 വർഷത്തിന് ശേഷം ലെനിൻ അന്തരിക്കുകയുണ്ടായി. ഒക്ടോബർ സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തിന്റെ ഒരു അടിത്തറ ഭാഗ്യം കൊണ്ടാണ് ലെനിൻ അന്തരിക്കുന്നതെങ്കിൽ പോലും 2 ദശാബ്ദക്കാലം കൊണ്ട് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുന്നത് സ്റ്റാലിൻ വഹിച്ച മഹത്തരമായ പങ്ക് ഒരുപക്ഷെ ലോകത്തിലെ ഒരു അത്ഭുതമായി സോവിയറ്റ് യൂണിയനെ മാറ്റുന്ന കാര്യത്തിൽ സ്റ്റാലിൻ വഹിച്ച അത്ഭുതകരമായ പങ്ക്, ആ പങ്ക് ഇന്ന് ലോകം തിരിച്ചറിയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രത്യേകത. ലെനിൻ 7 വർഷക്കാലം കൊണ്ട് അതിന് അടിത്തറ ഭാഗ്യമെങ്കിൽ പോലും നമുക്കറിയാം, ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമി, ഒരു സോഷ്യലിസ്റ്റ് സാമ്പത്തിക ശാസ്ത്രം യഥാർത്ഥത്തിൽ ഒരു മുൻ അനുഭവങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ ഒരു കൃത്യമായ രേഖപ്പെടുത്തലുണ്ടായിരുന്നു. കാരണം സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിൽ മറ്റു മാതൃകകളില്ലായിരുന്നു. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ
മുൻപിൽ വരുന്ന പ്രശ്നങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കേണ്ട ഒന്നായിരുന്നു സോഷ്യലിസ്റ്റ് രാഷ്ട്രം. പക്ഷേ സ്റ്റാലിൻ ഒരു ദശാബ്ദക്കാലത്തെ അനുഭവമുണ്ട്. ഒരു സോഷ്യലിസ്റ്റ് പൊളിറ്റിക്കൽ എക്കണോമിയെ സംബന്ധിച്ച് കൃത്യമായി ഗ്രന്ഥം എഴുതുകയും അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു സോഷ്യലിസ്റ്റ് രാഷ്ട്രം നിർമ്മിക്കുന്നതിന്റെ അടിത്തറ എന്തായിരിക്കണം, സാമ്പത്തിക ശാസ്ത്രം എന്തായിരിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായ കാഴ്ചപ്പാട് ലോകത്തിന് തരികയും ചെയ്തു. എന്ന് മാത്രമല്ല, നമ്മൾ ഈ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഒരു വിപ്ലവത്തിന് ശേഷമാണെങ്കിൽ പോലും ലോകത്താകെ മുതലാളിത്തം സംബന്ധിച്ചിടത്തോളം കാലം വർഗസമരത്തിന് ഏറെ പ്രസക്തി ഉണ്ട് എന്നും ആ വർഗസമരം ഭരണ സംവിധാനത്തിൽ മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികളിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും പോലും ഈ പറയുന്ന വർഗസമരത്തിന്റെയും ഒരു മുതലാളിത്ത വർഗാധിപത്യം പ്രസ്താവിക്കാനുള്ള രാജ്യാട്ടങ്ങളുടെ സമരങ്ങൾ നടക്കും എന്നുള്ളത് സ്റ്റാലിൻ അതിനുവേണ്ടി നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയ്ക്ക് വേണ്ടി നടത്തിയിട്ടുള്ള തൊഴിലാളി വർഗ സർവാധിപത്യം നിലനിർത്താൻ വേണ്ടി നടത്തിയിട്ടുള്ള സമരങ്ങളുടെ ഒരു അനുഭവം ഈ പുസ്തകത്തിലൂടെ വായിക്കുമ്പോൾ നമുക്ക് തോന്നുന്നു. ലെനിനെ തന്നെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ സ്റ്റാലിന്റെ ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ചരിത്രമാണ് സ്റ്റാലിൻ എഴുതുന്നത്. ലെനിൻ ഓരോ സന്ദർഭത്തിലും എഴുതിയ പുസ്തകം എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഒരടി പിന്നോട്ട് രണ്ടടി മുന്നോട്ട് തുടങ്ങിയ ഓരോ പുസ്തകത്തിന്റെയും ഓരോ ലേഖനങ്ങളുടെയും ലെനിന്റെ സിദ്ധാന്തത്തിന്റെയും തിയറിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ആ സന്ദർഭത്തെ അടിസ്ഥാനപ്പെടുത്തി ഒക്ടോബർ സോഷ്യലിസ്റ്റ് വിപ്ലവത്തിന്റെ ചരിത്രത്തിൽ സ്റ്റാലിൻ വിശദീകരിക്കുമ്പോഴാണ് ആ പുസ്തകത്തിന്റെ പ്രാധാന്യം നമ്മൾ ബോധ്യപ്പെടുന്നത്. കാരണം ലെനിനെ മനസ്സിലാക്കണമെങ്കിൽ പോലും സ്റ്റാലിനെ വായിക്കണമെന്ന് പറയുന്നതിന്റെ അർത്ഥമാണ്. ആ അർത്ഥത്തിൽ സ്റ്റാലിന്റെ സംഭാവന എന്ന് പറയുന്നത് ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മാത്രമല്ല ലോക ജനാധിപത്യ പ്രസ്ഥാനത്തിന് ഒക്കെ തന്നെ വലിയ സംഭാവനയാണ് എന്നും ഇന്ന് ഭൂഷ്വാസികൾ അല്ലെങ്കിൽ സാമ്രാജ്യത്വം സ്റ്റാലിനെ ഒരു കൊലപാതകയെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇല്ലാതാക്കുക, മാർക്സിസത്തെ ഇല്ലാതാക്കുക, സോഷ്യലിസ്റ്റ് രാഷ്ട്രത്തെ ഇല്ലാതാക്കുക എന്നുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് സ്റ്റാലിനെ ഒരു മഹാപൂർണ്ണായിട്ട് ചിത്രീകരിക്കുന്നതൊക്കെ തന്നെ. സ്റ്റാലിനിലൂടെ ലെനിനിസത്തെ തകർക്കുക, മാർക്സിസത്തെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ച് വരുമ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ച് സോവിയറ്റ് ആർക്കൈവ്സിലെ രേഖകൾ വെച്ചുകൊണ്ട് വസ്തുതാപരമായി സത്യസന്ധമായി ആരായിരുന്നു സ്റ്റാലിൻ എന്ന് ലോകത്തെ പഠിപ്പിക്കുക എന്ന് പറയുന്നത് മാർക്സിസത്തെ ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതിന്റെ ഏറ്റവും ഒരു അടിസ്ഥാനമാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായും സ്റ്റാലിനെ സംബന്ധിച്ച് ലെനിനെ സംബന്ധിച്ച് ഒക്കെ തന്നെ ഈ പറയുന്ന ഭൂഷ്വാസികൾ നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പ്രവർത്തനങ്ങളെ തുറന്നുകാട്ടാനും അത്തരം ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുന്നു ഒരു ലോകത്ത് ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നതിന് അനിവാര്യമാണ്. ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് അനിവാര്യമാണ്. സാമ്രാജ്യത്തിന് ഇത്തരം വിളംബരങ്ങൾ ഒഴിക്കേണ്ടതും ആവശ്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാനും ഒക്കെ തന്നെ മുൻകൈ എടുത്തിട്ടുള്ള പ്രോളിറ്റേറിയൻ പബ്ലിഷേഴ്സിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടും എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അടുത്തതായി ആശംസ സഖാവ് PJ ജെയിംസിനെ ക്ഷണിക്കും. CPIML കേന്ദ്ര കമ്മിറ്റി, CPIML സ്റ്റാർ കേന്ദ്ര കമ്മിറ്റി അംഗമായ സഖാവ് PJ ജെയിംസിനെ ക്ഷണിക്കും. കേൾക്കാമോ? കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. പ്രിയ സഹാക്കളെ, സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായി ഈ പ്രൊളിറ്റേറിയൻ പബ്ലിഷേഴ്സ് ഈ പുസ്തകം ജനാധിപത്യ പരിഷ്കരണത്തിന് വേണ്ടിയുള്ള സഖാവ് സ്റ്റാലിൻ്റെ ശ്രമങ്ങളെ യൂറി ഷുക്കോവിൻ്റെ, അദ്ദേഹം ഈ പുസ്തകത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു മാർക്സിസ്റ്റ് അല്ല എന്ന അദ്ദേഹം തന്നെ, ഒരു മാർക്സിസ്റ്റ് അല്ലാത്ത യൂറി ഷുക്കോവ് ആധികാരികമായ ഒറിജിനൽ സോഴ്സസ് ഉദ്ധരിച്ചുകൊണ്ട് നടത്തിയ പഠനത്തിൻ്റെ അതിനെ അടിസ്ഥാനമാക്കി ഗ്രോവർ ഫർ, നമ്മൾ നേരത്തെ തന്നെ ഗ്രോവർ ഫറിൻ്റെ പുസ്തകങ്ങൾ, അദ്ദേഹത്തിൻ്റെ ചില ലേഖനങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ കൂടുതൽ സ്പഷ്ടമാക്കുന്ന തരത്തിലുള്ള സ്റ്റാലിനെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ ഈ
രണ്ട് സുപ്രധാന ലേഖനങ്ങൾ ഇവിടെ മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച പ്രൊലിറ്റേറിയൻ പബ്ലിഷേഴ്സിനെ അഭിനന്ദിക്കുകയാണ്. ഞാൻ ഈ നിരവധി സഹാക്കൾ സംസാരിക്കാനുള്ളത് കൊണ്ട് കൂടുതൽ വിശദമായി ഒന്നും പറയുന്നില്ല. എനിക്കൊരു കാരണം ഈ വിഷയം തീർച്ചയായിട്ടും നമ്മളിത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം. കാരണം സ്റ്റാലിനെ ഒരു വില്ലനായും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് മറ്റെല്ലാത്തിനും അതീതനായും അങ്ങനെ പറയുന്ന രണ്ട് ഏകപക്ഷീയതകൾ ആണ് പൊതുവിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഈ വീക്ഷണത്തിൽ നിന്ന് വ്യത്യസ്തമായി സ്റ്റാലിൻ ജനാധിപത്യവൽക്കരണത്തിന് വേണ്ടി പാർട്ടിയെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും അതുപോലെ തന്നെ സോവിയറ്റ് ഭരണത്തെ ജനാധിപത്യവൽക്കരിക്കുന്നതിനും പ്രോലിറ്റേറിയൻ ഡെമോക്രസി തൊഴിലാളി വർഗ ജനാധിപത്യം സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടി നടത്തിയ ശ്രമങ്ങളാണ് ഈ ലേഖനങ്ങളുടെ ചുരുക്കം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ആ അർത്ഥത്തിൽ വളരെ പ്രസക്തമാണ്. എനിക്ക് തോന്നുന്നത് സ്റ്റാലിൻ്റെ ശ്രമങ്ങൾ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് നടത്തിയ ഇത് പല ആളുകളും സ്റ്റാലിനെ മറയാക്കി ആണെന്ന് കമ്മ്യൂണിസത്തിനെതിരായി ആക്രമണങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ സ്റ്റാലിനിസം എന്ന ഒരു പ്രയോഗം തന്നെ വലതുപക്ഷത്ത് നിന്ന്, രാഷ്ട്രീയ വലതുപക്ഷത്ത് നിന്ന്, പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ക്യാമ്പിൽ നിന്ന് തന്നെയാണ് സ്റ്റാലിനിസം എന്ന പ്രയോഗം തന്നെ രൂപം കൊണ്ടിട്ടുള്ളത്. കാരണം കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ മാർക്സിസം എന്ന് പറഞ്ഞാൽ സ്റ്റാലിനിസമാണെന്നും സ്റ്റാലിനിസം എന്ന് പറഞ്ഞാൽ ഫാസിസമാണെന്നും അങ്ങനെയാണ് പോകുന്നത്. അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ യൂറോപ്പിലൊക്കെ പ്രത്യേകിച്ചും നവഫാസിസ്റ്റുകൾ അധികാരത്തിൽ, അതായത് യൂറോപ്യൻ പാർലമെൻറ്റിലൊക്കെ തന്നെ വലിയ ഏതാണ്ട് 10% പ്രാതിനിധ്യമുള്ള യൂറോപ്യൻ പാർലമെൻറ്റിലെ നവഫാസിസ്റ്റുകൾ, അവരുടെ പ്രതിനിധികളൊക്കെ ഫാസിസത്തേക്കാൾ മോശമായിരുന്നു സ്റ്റാലിനിസം എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ആദ്യം സ്റ്റാലിനിസം എന്ന് സ്ഥാപിക്കുക, അതായത് മാർക്സിസം ലെനിനിസത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ് സ്റ്റാലിൻ മുന്നോട്ട് വെച്ചതെന്ന്, അതായത് ഒരു സ്വേച്ഛാധിപത്യപരമായ ജനാധിപത്യ വിരുദ്ധമായ ഒരു സമീപനമായിരുന്നു സ്റ്റാലിൻ്റെ ഇന്ന് സ്ഥാപിച്ചെടുക്കുകയും പിന്നീട് അതിനെ ഭീകരവൽക്കരിക്കുകയും അതിനെ ഫാസിസത്തേക്കാൾ മോശമായിരുന്നു സ്റ്റാലിനിസം എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്ന ഒരു വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു ചരിത്ര സന്ദർഭത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഒരു സുഗമമായ ഒരു ഘട്ടത്തിലല്ല നമ്മൾ നിൽക്കുന്നത്. സാമ്രാജ്യത്വം പ്രതിസന്ധിയിലാണ്, സാമ്രാജ്യത്വം വെല്ലുവിളികളെ നേരിടുന്നു. പക്ഷേ ആ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് അതിനെ മറികടക്കാനുള്ള പരീക്ഷണങ്ങളും ഒക്കെ തന്നെ സാമ്രാജ്യത്വം നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിന്, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് നമുക്കിന്ന് അറിയാവുന്നതുപോലെ ഇതിനെ മറികടക്കാൻ, അതിന്ന് നിരവധി പ്രത്യയശാസ്ത്രപരമായ രാഷ്ട്രീയമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്ന് നമ്മൾ അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ അതല്ലെങ്കിൽ നമ്മളൊരു വിശ്വാസപരമായ ഒരു തലത്തിലായിരിക്കും കാര്യങ്ങളെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സമീപനത്തിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ നോക്കിക്കാണുമ്പോൾ ഈ പുസ്തകം ഇപ്പോൾ ഇതിന് ശേഷം as Comrade Vijay Singh has already stated that there are he has already pointed out that there are differences, there are certain questions which are to be pursued. അതായത് ഈ ഗ്രോവർഫർ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് തന്നെ ചില കാര്യങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടതുണ്ട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, ഇത് അവസാനിക്കുന്നില്ല. കാരണം ഇപ്പോൾ സ്റ്റാലിനെ സംബന്ധിച്ച് നമ്മൾ പറയുമ്പോൾ തീർച്ചയായിട്ടും അതായത് ലോക ഒരു കാലഘട്ടത്തിൽ ലോക മുതലാളിത്തം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട ഗ്രേറ്റ് ഡിപ്രഷൻ, ആ ഗ്രേറ്റ് ഡിപ്രഷനിൽ ലോക മുതലാളിത്തം നേരിട്ട തകർച്ച നേരിട്ടപ്പോൾ, അതായത് അമേരിക്കൻ സമ്പദ്ഘടനയൊക്കെ പകുതിയായി ചുരുങ്ങിപ്പോയി. നേരെ പകുതിയായി ചുരുങ്ങിയപ്പോൾ ഈ 1929-നും 32-നും ഇടയിൽ, 33-നും ഇടയിൽ അമേരിക്കൻ സമ്പദ്ഘടന പകുതിയായി ചുരുങ്ങിയപ്പോൾ സോവിയറ്റ് യൂണിയൻ ഇരട്ടി കണ്ട് വികസിക്കുകയായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ ആഭ്യന്തരമായ ഒട്ടേറെ പ്രശ്നങ്ങളുള്ളപ്പോൾ തന്നെ, എന്ന് മാത്രമല്ല 20 വർഷം കൊണ്ട് സ്റ്റാലിൻ്റെ ഭരണകാലത്ത് 1900, ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല,
1955 ആകുമ്പോൾ സോവിയറ്റ് യൂണിയൻ 20 മടങ്ങാണ് വികസിച്ചത്. 20 മടങ്ങ്. ചരിത്രത്തിൽ ഇത് ബൂർഷ്വാസി പറയുന്ന, നമ്മൾ ഇടതുപക്ഷത്തിൻ്റെ ഡോക്യുമെൻ്റ് അല്ല, ബൂർഷ്വാസിയുടെ രേഖകൾ അടിസ്ഥാനപ്പെടുത്തിയാണ്. 20 മടങ്ങ് സോവിയറ്റ് യൂണിയൻ അതിൻ്റെ അതായത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, വ്യവസായ ഉൽപ്പാദനം വർദ്ധിച്ചു. അമേരിക്കയുടെയും ലോക മുതലാളിത്തിൻ്റെയും കഷ്ടിച്ച് ഈ കാലഘട്ടത്തിലെ ഈ വലിയ ലോകയുദ്ധത്തിൻ്റെ നേട്ടങ്ങളൊക്കെ അമേരിക്ക എടുത്തിട്ട് പോലും ഇരട്ടിയാക്കാനേ കഴിയുള്ളൂ എന്ന് നമ്മൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞത്, അപ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിൽ, ജനങ്ങൾക്ക് തൊഴിൽ എത്തിക്കുന്നതിൽ, ജീവിതാവശ്യങ്ങൾ നിറവേറ്റുന്നതിലൊക്കെ തന്നെ വലിയ നേട്ടങ്ങൾ സോവിയറ്റ് യൂണിയൻ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെയാണ് കൊളോണിയൽ വിരുദ്ധ സമരത്തിലും ദേശീയ വിമോചന പ്രസ്ഥാനങ്ങളിലും സോഷ്യലിസ്റ്റ് മുന്നേറ്റങ്ങളിലും ഒക്കെ തന്നെ സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വം ലോക ജനത സ്റ്റാലിൻ്റെ കാലത്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊരു കഥയല്ല, അതൊരു വസ്തുതയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന, ഞാൻ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പുസ്തകം ആ അർത്ഥത്തിൽ വസ്തുതാപരമായൊരു സമീപനമാണ്, ഡയലറ്റിക്കലാണ്. കാരണം ഇതിപ്പോൾ സ്റ്റാലിനെ വില്ലനായി ചിത്രീകരിക്കുന്ന പോലെ തന്നെ പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം സ്റ്റാലിൻ തന്നെ പല കാര്യങ്ങളിലും പാർട്ടി ബ്യൂറോക്രസിയുടെ, പാർട്ടി ക്രാറ്റ് എന്ന ഈ പുസ്തകത്തിൽ തന്നെ പറയുന്ന പാർട്ടി ക്രാറ്റ്സ്, അതായത് പാർട്ടി ബ്യൂറോക്രാസ് അല്ലെങ്കിൽ ആ പാർട്ടി ബ്യൂറോക്രസിയെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു ബ്യൂറോക്രസി വികസിക്കുന്നത്, എന്തുകൊണ്ടാണ് ആ ബ്യൂറോക്രസിയെ, എന്തുകൊണ്ടാണ് പാർട്ടിക്കകത്ത് ഇന്നർ പാർട്ടി ഡെമോക്രസി സാധ്യമല്ലാത്തത്, എന്തുകൊണ്ടാണ് സാധ്യമാകാതിരുന്നത്, എന്തുകൊണ്ടാണ് പാർട്ടിക്കകത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ പുറത്ത് ചർച്ച ചെയ്യാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് പാർട്ടിക്കകത്ത് സീക്രട്ട് ബാലറ്റ് അടക്കമുള്ള തെരഞ്ഞെടുപ്പുകൾ ഉപയോഗിക്കാൻ പറ്റാത്തത്, എന്തുകൊണ്ടാണ് പാർട്ടിയും ഭരണവും തമ്മിലുള്ള ആ വ്യത്യാസം അല്ലെങ്കിൽ ആ അതിർവരമ്പ് എന്തുകൊണ്ട് സൂക്ഷിക്കാൻ കഴിയുന്നില്ല, എന്തുകൊണ്ട് ഈ അധികാരം ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല, ഇത്തരം പ്രശ്നങ്ങളൊക്കെ തന്നെ ഈ പുസ്തകത്തിൽ ഉന്നയിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ആ അർത്ഥത്തിലാണ് ഇതിൻ്റെ പ്രാധാന്യം. ഇത്തരം വിഷയങ്ങൾ അൺസെറ്റിൽഡ് ആണ് എന്നാണ് ഈ പുസ്തകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഇത് നമ്മുടെ ഈ പരിഹരിക്കപ്പെടാത്ത, ഇനിയും ചർച്ച ചെയ്യേണ്ട ഒട്ടേറെ പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ആ അർത്ഥത്തിലാണ് ഈ പുസ്തകത്തെ നോക്കിക്കാണേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അതായത് പൊതുവിൽ ഈ കുപ്രചരണം, അതിൻ്റെ ഒരു ഉദാഹരണം പറയാൻ വേണ്ടി മാത്രമാണ്. അതായത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ 1943 പിരിച്ചുവിട്ടപ്പോൾ അത് സ്റ്റാലിനാണ് അത് പിരിച്ചുവിട്ടത് എന്നും സ്റ്റാലിൻ്റെ തീരുമാനമാണെന്നൊക്കെയാണ് പൊതുവിൽ പ്രചരിപ്പിക്കപ്പെടുന്നത്. എന്നാൽ വസ്തുത അങ്ങനെ ആയിരുന്നില്ല. കാരണം അത് കാരണം നമുക്കറിയാം 1936 ഞാൻ ഒരു മിനിറ്റ് 2 മിനിറ്റിനെ അവസാനിപ്പിക്കാം. 1935-36 ആൻറ്റി കോമിൻഡേൺ പാക്ട്, കോമിൻഡേൺ വിരുദ്ധ സഖ്യം ജർമ്മനിയും ജപ്പാനും ഒക്കെ ഉണ്ടാക്കി. അതിനെയൊക്കെ തന്നെ അമേരിക്കയും അല്ലെങ്കിൽ സാമ്രാജ്യത്വ ശക്തികളെല്ലാം തന്നെ പിന്തുണച്ച് അങ്ങനെ സോവിയറ്റ് യൂണിയനെ ഒറ്റപ്പെടുത്താനും ഹിറ്റ്ലർ സോവിയറ്റ് യൂണിയനെ ആക്രമിക്കാനും വന്ന സന്ദർഭത്തിൽ പോലും കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രാധാന്യം, കാരണം മുതലാളിത്തം, ലോക മുതലാളിത്തം, അതിനെ നേരിടേണ്ട ഉത്തരവാദിത്തങ്ങൾ, അത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊന്നും സ്റ്റാലിൻ്റെ ഭാഗത്തൊരു വിട്ടുവീഴ്ച ഉണ്ടായിട്ടില്ല. 43 ഈ പ്രഖ്യാപനം വന്നതിന് ശേഷം പിന്നീട് നമ്മൾ കാണുന്നത് ഇത് സ്റ്റാലിൻ്റെ ഒരു തീരുമാനമായിരുന്നില്ല. അത് മറ്റ് ഇപ്പം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കം പിന്നീട് 64 ചൗൻലായിയുടെയൊക്കെ തന്നെ നിലപാടുകൾ വരുന്നുണ്ട്. അതായത് ഒരു കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണൽ, അങ്ങനെ ഒരു സാർവദേശീയ പ്രസ്ഥാനം തന്നെ ആവശ്യമില്ല എന്നുള്ള തരത്തിൽ ഏതാണ്ട് പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും നിലപാടെടുത്തു. അപ്പോൾ സ്റ്റാലിൻ്റെ തീരുമാനമല്ല. പക്ഷേ സ്റ്റാലിൻ 47 ആവുമ്പോൾ സ്റ്റാലിൻ കോമിൻഫോം രൂപീകരിക്കുന്നുണ്ട്. കോമിൻഫോം രൂപീകരിക്കുകയും ആ കോമിൻഫോമിൻ്റെ മുൻകൈയിൽ സാമ്രാജ്യത്വത്തിനെതിരായി, കാരണം അധികാരം കൊളോണിയൽ ഡീകോളണൈസേഷൻ, അപകോളണിവൽക്കരണം, അത് വാസ്തവത്തിൽ പുതിയ രൂപത്തിൽ കൂടുതൽ ഭീഭത്സമായ സാമ്രാജ്യത്വത്തിൻ്റെ ചൂഷണവും അതിക്രമവും നടക്കുകയാണെന്ന് സ്ഥാപിക്കുകയാണ് സ്റ്റാലിൻ്റെ മുൻകൈയിൽ ചെയ്തത്. അപ്പോൾ സ്റ്റാലിനെതിരായി നമ്മുടെ കൺമുമ്പിൽ തന്നെ കുപ്രചരണങ്ങൾ, ഇപ്പോൾ സാർവദേശീയ വിഷയത്തിലൊക്കെ തന്നെ സ്റ്റാലിനെടുത്ത നിലപാടുകളെ തെറ്റായി വ്യാഖ്യാനിക്കുന്ന സമീപനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ ക്രൂഷ്ചേവിനെ സംബന്ധിച്ച് നമുക്കറിയാം. കാരണം ക്രൂഷ്ചേവ്, സ്റ്റാലിൻ്റെ ഏകാധിപത്യത്തെപ്പറ്റി പറയുന്ന ക്രൂഷ്ചേവ് വാസ്തവത്തിൽ എന്താ ചെയ്തത്, സാമ്രാജ്യത്വത്തെ സംബന്ധിച്ച വളരെ വ്യത്യസ്തമായ ഒരു നിലപാടാണ് മുന്നോട്ട് വെച്ചത്. സാമ്രാജ്യത്തെ വെള്ളപൂശിയാണ്. അപ്പം ഞാൻ അതുകൊണ്ട് തീർച്ചയായും ഈ പുസ്തകത്തിൽ പറയുന്ന പല കാര്യങ്ങളും പ്രസക്തമാണ്. അതേസമയം തന്നെ ഇപ്പോൾ പ്രൊഫസർ വിജയ് സിംഗ് ചൂണ്ടിക്കാണിച്ചതുപോലെ ചില കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വിവാദപരമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ഇപ്പോൾ ക്രൂഷ്ചേവ് ലൈഡ് എന്ന് പറയുന്ന പ്രൊലറ്റേറിയൻ പബ്ലിഷേഴ്സ് ഇറക്കാൻ പോകുന്ന പുസ്തകവും തുടർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ തന്നെ
നമ്മുടെ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളം ലോക തൊഴിലാളി വർഗത്തിൻ്റെ മർദ്ദിത ജനതകളുടെ പക്ഷത്ത് നിൽക്കുന്ന സാമ്രാജ്യത്വത്തിനെതിരായ മുതലാളിത്തത്തിനെതിരായ പോരാട്ടത്തിൽ നമുക്കറിയാം, ഇന്ന് മുതലാളിത്തത്തെ വിശകലനം ചെയ്യണമെങ്കിൽ, മുതലാളിത്തത്തെ മാറ്റി തീർക്കണമെങ്കിൽ നമുക്ക് വേറൊരു ആയുധമില്ല. നമുക്ക് മാർക്സ് ലെനിനിസമാണ് നമ്മുടെ മുമ്പിലുള്ള ആയുധം. അപ്പോൾ ഈ ആയുധം ശരിയായ രീതിയിൽ ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ മുൻകാല ചരിത്രത്തെ, നമ്മുടെ തെറ്റുകളെ, നമ്മുടെ കുറ്റങ്ങളെ, നമുക്ക് സംഭവിച്ച പാളിച്ചകളെ ശരിയായി വിലയിരുത്താനും അതിൽ നിന്ന് പാഠം പഠിക്കാനും അത് നമ്മുടെ വർത്തമാന സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രയോഗിക്കാനും നമുക്ക് കഴിയണം. എങ്കിൽ മാത്രമേ നമുക്കിന്ന് ലോകത്തിൻ്റെ പ്രശ്നങ്ങളെ, ലോക ജനത നേരിടുന്ന, നമ്മുടെ രാജ്യം നേരിടുന്ന ഫാസിസ്റ്റ് ഭീഷണിയെ നമുക്ക് മറികടക്കാൻ കഴിയൂ. ആ അടിസ്ഥാനത്തിൽ ഈ ശ്രമം വളരെ ശ്ലാഘനീയമാണ്. എല്ലാവിധ അഭിവാദ്യങ്ങളും ഇതിൻ്റെ സംഘാടകർക്ക്, ഈ പുസ്തകത്തിൻ്റെ പ്രസാധകർക്ക് നൽകിക്കൊണ്ട് ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ക്ഷണിച്ചതിന് നന്ദി അർപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. താങ്ക് യു കോമ്രേഡ് ജെയിംസ്. അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് CPI-ML സംസ്ഥാന സെക്രട്ടറി പി സുശീലൻ അവരുടെ ക്ഷണിക്കുകയാണ്. പിന്നെ നമ്മളുടെ ഈ ഹാള് ഇവിടെ ആലുവയിലുള്ള ഒരു ഹാളിൽ വെച്ചാണ് പരിപാടി നടക്കുന്നത്. ഈ ഹാള് അധിക നേരം ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് കഴിയുന്നതും സംക്ഷിപ്തമായ രൂപത്തിൽ ഇനിയുള്ള ആളുകൾ സംസാരിക്കണം എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സഖാവ് സുശീലൻ. സഖാവ് സുശീലൻ അൺമ്യൂട്ട് ചെയ്യുക, സംസാരിക്കുക. സഖാവ് സുശീലൻ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കൂ. അദ്ദേഹത്തിന്റെ ഫോണിന് എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അടുത്ത ആളെ വിളിച്ചു. നാരായണ മാഷ് അടുത്ത ആളെ വിളിച്ചോ. സഖാവ് സുശീലന്റെ ഫോണിന് പ്രശ്നമുണ്ട്. അടുത്തതായി RMPI സംസ്ഥാന ചെയർമാൻ സന്തോഷ് ടി.എൽ. സന്തോഷ്, സഖാവ് സന്തോഷ് ടി.എൽ. ക്ഷണിക്കുകയാണ്. സഖാവ് സന്തോഷ്, സഖാവ് ടി.എൽ. സന്തോഷ് ഇതിനകത്തുണ്ടെങ്കിൽ സ്വയം അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കണം. പുസ്തകം കേൾക്കുന്നില്ലേ? ഉണ്ട്, പറഞ്ഞോളൂ. വളരെയേറെ സന്തോഷകരമാണ്. ഒരുപക്ഷെ ഗോർബച്ചേവിന്റെ സമയത്ത് സോവിയറ്റ് യൂണിയൻ പിരിച്ചുവിടപ്പെടുമ്പോൾ ഞങ്ങൾ സ്റ്റാലിനിസ്റ്റുകൾ എന്നടക്കം ഒരു നിലപാടെടുത്തുകൊണ്ട് ഈ കാര്യത്തിൽ സ്റ്റാലിനെതിരായിട്ട് നടക്കുന്ന ആക്രമണം പ്രതിരോധിക്കാൻ ശ്രമിച്ച ഒരു തലമുറയിൽപ്പെട്ട ആളുകൾക്ക് സ്റ്റാലിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലുകളെ സംബന്ധിച്ചൊരു പുസ്തകം ഉണ്ടാവുന്നത് തികച്ചും ആഹ്ലാദകരം. പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിൽ മോൺക്ലെയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. മോൺക്ലെയർ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി വാസ്തവത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ അത്രയേറെ താല്പര്യം കാണിക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം 20 വർഷം മുമ്പ് ഒരു ജനകീയാസത്തിനെ സംബന്ധിച്ച് വിവാദം ഉണ്ടാകുമ്പോൾ തോമസ് ഐസക്കും ഫ്രാങ്കും ചേർന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അദ്ദേഹം മോൺക്ലെയർ യൂണിവേഴ്സിറ്റി ഫെല്ലോ ആണ് എന്ന് മറ്റോ എന്റെ ഓർമ്മയിലുണ്ട്. പിന്നീട് കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ട് ഡോക്ടർ ടി കുമാർ പ്രവർത്തിക്കുമ്പോൾ ഇവരുമായിട്ട് എന്തോ ഒരു കരാർ സ്ഥാപിച്ചത് സംബന്ധിച്ചൊരു വിവാദം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇപ്പോ ഇത്തരം ഒരു വിഷയത്തിൽ വേറൊരു ഡയമെൻഷനിൽ നിന്നുകൊണ്ടുള്ള ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെടുന്നതിൽ ഇന്നത്തെ അവിടെ നിന്നുള്ള പുസ്തകമാണ് വീണ്ടും പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. എന്തോ ഞാനത് ജസ്റ്റ് മെൻഷൻ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പുസ്തകമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, വാസ്തവത്തില് ഈ പുസ്തകത്തിൽ സ്റ്റാലിന്റെ ജനാധിപത്യപരമായിട്ടുള്ള ഇടപെടലിനെ സംബന്ധിച്ചുള്ള ഒരു പുസ്തകമാണെങ്കിൽ പോലും
1917 സോവിയറ്റ് വിപ്ലവം വിജയിച്ച് റഷ്യൻ വിപ്ലവം വിജയിച്ചൊരു 1.5 പതിറ്റാണ്ട് കഴിയുമ്പോഴേ ഇവിടുത്തെ വിപ്ലവത്തിന്റെ സ്വഭാവത്തിൽ അതിനിർണായകമായിട്ടുള്ള വ്യത്യാസങ്ങളാണ് പുസ്തകത്തിന്റെ ഒരു സംഗതിയിൽ വരുന്നത്. എന്ന് വെച്ചാൽ ഈ പുതിയ ഭരണഘടന മുന്നോട്ട് വെക്കുമ്പോൾ സ്റ്റാലിൻ നിസ്സഹായനായി തീർന്നു എന്നാണ് ഈ പുസ്തകം വിശദീകരിക്കുന്ന വസ്തുത. ആ ഭരണഘടനയെ മുന്നോട്ട് കൊണ്ടുപോകും. ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന വിചാരണകളെയും ശിക്ഷകളെയും സംബന്ധിച്ച കാര്യത്തിൽ അതിലും അതിൽ യഥാർത്ഥ കുറ്റവാളികൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാം സെക്രട്ടറിമാരും അതുമായിട്ട് ബന്ധപ്പെട്ട ചില ഏജൻസികളുമാണ് അതിന്റെ ഉത്തരവാദിത്വം സ്റ്റാലിന് ഒഴിഞ്ഞു മാറാനാവില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത ഈ പുസ്തകം പറയുന്നു. എന്ന് വെച്ചാൽ അന്നത്തെ സോവിയറ്റ് യൂണിയന്റെ കാലഘട്ടത്തിലെ ഈ പറയുന്ന വിചാരണകൾക്കും കൊലപാതകങ്ങൾക്കും അടക്കമുള്ള കാര്യങ്ങൾക്ക് സ്റ്റാലിൻ ഉത്തരവാദിയാണ്. അതേസമയം തന്നെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ 2 പതിറ്റാണ്ട് കൊണ്ട് സോവിയറ്റ് യൂണിയനെ വിപ്ലവത്തിന്റെ ജനാധിപത്യത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ പരാജയപ്പെട്ട ഒരാളായിട്ട് കൂടി സ്റ്റാലിൻ അവതരിപ്പിക്കപ്പെടുന്നുണ്ട് എന്നൊരു തോന്നൽ എന്റെ മനസ്സിൽ. കാരണം ഒന്നാം സെക്രട്ടറിമാര് അതിനുശേഷം മാത്രമല്ല സ്വതന്ത്രമായ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് പ്രവൃത്തിയിൽ ഒരു ലേഖനം പ്രസിദ്ധീകരിക്കപ്പെട്ട ദിവസം തന്നെ പോളിറ്റ് ബ്യൂറോ യോഗം ചേരുകയും വിചാരണകൾക്ക് വേണ്ട അനുമതി കൊടുക്കുകയും അതിനുവേണ്ടി പ്രത്യേക എല്ലാവർക്കും ടെലഗ്രാം സ്റ്റാലിൻ അയക്കുകയും ചെയ്തു പറയുന്നത്. എന്നുവെച്ചാൽ ഈ നടന്ന വിചാരണകളുടെയും ശിക്ഷകളുടെയും കൊലപാതകങ്ങളുടെയും ഉത്തരവാദിത്വം സ്റ്റാലിനാണ്. അതേസമയം സ്റ്റാലിൻ ജനാധിപത്യത്തിന് വേണ്ട പരിശ്രമങ്ങൾക്ക് വേണ്ടി എല്ലാ ശ്രമങ്ങളിലും പരാജയപ്പെട്ടു എന്ന രീതിയിൽ വിശദീകരിക്കപ്പെടുന്നുണ്ട് എന്ന് തോന്നൽ പുസ്തകം വായിച്ചു പറ്റുന്നുണ്ട്. സത്യത്തിൽ സോവിയറ്റ് വിപ്ലവം എന്ന് പറയുന്നത് 2 പതിറ്റാണ്ട് കൊണ്ട് എന്ന് വെച്ചാൽ നേരത്തെ സ്റ്റാലിൻ ഒരു ഭരണാധികാരിയായി അക്രമിയായി ഒക്കെ തന്നെ കൊലപാതകയായിട്ടൊക്കെ ചിത്രീകരിക്കപ്പെടുന്ന അത് സ്ഥാപിക്കപ്പെട്ടിരുന്ന ഒരു സംഗതിയുടെ പുറത്ത് വാസ്തവത്തില് വിപ്ലവത്തിന് ശേഷം രൂപപ്പെട്ട സിസ്റ്റം തന്നെ തന്നെ 1924 വരെ ലെനിൻ തന്നെയാണ് നയിച്ചത്. അതിനുശേഷമുള്ള ഒരു 10 പതിറ്റാണ്ടിൽ താഴെയുള്ള കാലത്ത് മാത്രമാണ് സ്റ്റാലിൻ നിലത്തിരുന്നത്. അത്രയും സമയമാകുമ്പോഴേക്കും തന്നെ സോവിയറ്റ് സിസ്റ്റം ആകെ തന്നെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കെട്ടുപോയ ഒരു സംവിധാനമായി മാറിക്കഴിഞ്ഞു എന്നല്ലേ ഭംഗ്യന്തരേണ ഈ പുസ്തകം വിശദീകരിക്കുന്നത്. ഇങ്ങനൊരു വശം ഈ പുസ്തകത്തിനുണ്ട് എന്നാണ് സ്റ്റാലിനെ സംബന്ധിച്ച്. നമ്മൾ സ്റ്റാലിന്റെ ഇതിനായിട്ടുള്ള വിമർശനങ്ങൾക്ക് ഒരു മറുപടി ഉണ്ടാകുമ്പോൾ നമ്മൾ ആഹ്ലാദപൂർവ്വം സ്വീകരിക്കുമ്പോഴും ഇതിന്റെ ആന്തരിക സത്തയിൽ മറ്റേ സോവിയറ്റ് സിസ്റ്റവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഒരു വിപ്ലവത്തിന്റെ തൊട്ടു പിറകെ അതിന്റെ ആ വിപ്ലവം നയിച്ച് നേതാക്കന്മാരാൽ നയിക്കപ്പെടുന്ന ഘട്ടത്തിൽ തന്നെ അതിന്റെ ഗുണവശങ്ങളൊക്കെ നഷ്ടപ്പെട്ടു പോയി ഇത് അങ്ങനത്തെ ഒരു തലത്തിലേക്ക് മാറിത്തീരുകയും ചെയ്തു എന്നൊരു ഭാഗം ഒരു വായനയും കൂടി ഉണ്ട് എന്നെനിക്ക് ഒരു ഫീലിംഗ് ഉണ്ടായി എനിക്ക് തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു വശം ഉണ്ടെങ്കിൽ വെളിപ്പെടുന്ന സംഗതി തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ വാസ്തവത്തിൽ എനിക്ക് തോന്നുന്നത് നമ്മുടെ മുൻഗണനകൾ നിശ്ചയിക്കേണ്ടതുണ്ട്. പുതിയ കാലഘട്ടത്തിന്റെ ഒരു സാമൂഹ്യ പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യുന്ന കാര്യം സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളെ വർത്തമാന യാഥാർത്ഥ്യങ്ങളോട് പ്രതികരിക്കുകയും ഒരു സൈദ്ധാന്തികവൽക്കരിക്കുകയും ചെയ്തുകൊണ്ട് എങ്ങനെ നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതിനെ സംബന്ധിച്ചുള്ള ഗൗരവമായിട്ടുള്ള ആലോചന നമ്മുടെ മുൻഗണനയിൽ ഉണ്ടാവണം. അത്തരത്തിൽപ്പെട്ട ഒരു സംഗതിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് വരുന്നുണ്ട് എനിക്ക് തോന്നുന്നു. കാരണം ഈ ചർച്ചയിൽ ഇനി ആകെ 2ാം ലോക മഹായുദ്ധകാലത്തെ സ്റ്റാലിന്റെ കോൺട്രിബ്യൂഷൻ സംബന്ധിച്ചുള്ള ഒരു വിലയിരുത്തലിന് മാത്രമേ അപനിർമ്മിതി ആവശ്യമുള്ളൂ എന്ന് പറയുന്ന തരത്തിലേക്കാണ് വരുന്നത്. സിസ്റ്റത്തിനെ തന്നെ ഇപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പുറത്തുള്ള ആളുകൾ തന്നെ ഏത് സംഘടനയും ഫാസിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പറയാൻ വേണ്ടി ശ്രമിക്കുന്ന സംഗതിയുണ്ട്. ലോകത്തിലാകെയുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ സംഘടിതമായി ചൂഷണ സംവിധാനത്തിൽ നയിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സംഘടനയെ സംബന്ധിച്ചുള്ള മാർക്സിസ്റ്റ് ധാരണകളുടെ പേരിൽ എല്ലാ സംഘടനകളും ഫാസിസ്റ്റ് ആണ് എന്ന് മറുഭാഗത്ത് സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത്തരമൊരു ഘട്ടത്തിൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ ഒരു പ്രതികരണം വരിക എന്നുള്ള കാര്യത്തിൽ ഇത് വാസ്തവത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത എന്റെ മനസ്സിലുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യം തുറന്നു പറയാതിരിക്കുന്നത് ശരിയല്ല എന്നെനിക്ക് തോന്നുന്നു. വാസ്തവത്തില്
മൂലധനത്തിന്റെ വ്യക്താക്കളാണ് മാസത്തിന് പഠിക്കുകയും നിരന്തരമായി നവീകരിക്കാതെ മുതലാളിത്തം നിലനിൽക്കാനാവില്ല എന്നുള്ള ഒരു മാനിഫെസ്റ്റോയിലെ വാചകത്തിനനുസരിച്ച് നവീകരിക്കാൻ ശ്രമിക്കുകയും ഒരുപക്ഷെ ചാക്രിക കുഴപ്പങ്ങളെ മറികടക്കാവുന്ന തരത്തിൽ പുതിയ മൂലധന നിക്ഷേപ സങ്കേതങ്ങളിലേക്ക് വന്നിട്ട് അവരുടെ പ്രതിസന്ധിയെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അവരുടെ ഒരുപക്ഷെ സോവിയറ്റ് യൂണിയൻ തകർച്ചയുടെ ഘട്ടത്തിൽ പോലും ശാസ്ത്ര സാങ്കേതിക വികാസത്തിന്റെ ഫലമായിട്ടുണ്ടായിട്ടുള്ള വമ്പിച്ച വികസനത്തിന്റെ വളർച്ചയുടെ സാമൂഹ്യ ഉൽപാദന പ്രക്രിയയുടെ വലിയ വളർച്ച ഉണ്ടായപ്പോ ആ വളർച്ചയുടെ നിയന്ത്രണം അല്ലെങ്കിൽ ആ സാമൂഹ്യ ഉൽപാദന പ്രക്രിയയുടെ ഏറ്റവും വളർന്നു കഴിഞ്ഞ ആ സംഗതിയുടെ നിയന്ത്രണം കൂടുതൽ മൂലധന ശക്തികൾക്കായിരുന്നു എന്ന് കൂടി ചേർത്തുകൊണ്ടല്ലേ വാസ്തവത്തിൽ ഇന്നത്തെ കാലഘട്ടത്തിലെ സോഷ്യലിസ്റ്റ് മറ്റേ രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ ആ വ്യവസ്ഥകളുടെയും ഒരു തളർച്ചയെ കുറിച്ച് പരിശോധിക്കാനാവും. സ്റ്റാലിൻ അല്ലെങ്കിൽ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വീഴ്ചയെ കേന്ദ്രീകരിച്ച് മാത്രമാണോ പരിശോധിക്കപ്പെടേണ്ടത്? വസ്തുതയിൽ ഈ ചർച്ചകളിൽ അങ്ങനെ ഒരു വഴിക്ക് പോകുന്നത് അല്ല. അതിനേക്കാൾ ഉപരി ഇന്നത്തെ യാഥാർത്ഥ്യങ്ങളെ ഈ ചൂഷണ വ്യവസ്ഥയെ മറികടക്കുന്നതിന് എങ്ങനെയാണ് നമുക്ക് ഇടപെടാനാവുക എന്നുള്ള ഒരു സംഗതിയിലേക്ക് നമ്മുടെ ചർച്ചകളെ കുറിച്ച് കൂടി കേന്ദ്രീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് പ്രസിദ്ധീകരിച്ചവരോട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് താങ്ക് യു കോംറേഡ്സ് സന്തോഷ്. അടുത്തതായി മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗ് നേതാവ് KF റെഡ്ഡി നിങ്ങളോട് സംസാരിക്കും. സഹാക്കളെ, ഇങ്ങനെ ഒരു പുസ്തകം മലയാളത്തിൽ വരുന്നത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമായിട്ടുള്ള ഒരു പുസ്തക പ്രസാധനമാണിത്. കാരണം മാർക്സ് ലെനിനിസത്തിനെ ആക്രമിക്കുന്നതിന് വേണ്ടി വർഗശത്രുവും ട്രോട്സ്കൈറ്റുകളും സോഷ്യൽ ഡെമോക്രാറ്റുകൾ അഥവാ സോഷ്യലിസ്റ്റുകൾ എന്ന പേരിൽ ഇന്ന് ലോകം മുഴുവൻ ഉള്ള സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളും അതുപോലുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ സ്രോതസ്സുകളും ശ്രമിച്ചിരുന്നത് സ്റ്റാലിനെ അതിലെ പിവട്ടൽ ടാർഗറ്റ് ആക്കുക എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് അവർ അഡ്വാൻസ് ചെയ്യുന്നത് ലെനിൻ തന്നെ തെറ്റായിരുന്നു, തൊഴിലാളി വർഗ സർവാധിപത്യം തെറ്റായിരുന്നു, തൊഴിലാളി വർഗ സർവാധിപത്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ശാസ്ത്രീയ സോഷ്യലിസം എന്നത് സത്യത്തിൽ സോഷ്യൽ ഇംപീരിയലിസവും സോഷ്യൽ ഫാസിസവുമാണ് സൃഷ്ടിച്ചത് എന്ന രീതിയിലുള്ള ഒരു തുടർ ആഖ്യാനമാണ്, ഒരു കണ്ടിന്യൂസ് നരേറ്റീവാണ്. ഇതിന്റെ ഭാഗമായിട്ടാണ് മിലോവൻ ജിലാസിന്റെ പുത്തൻ വർഗം, ന്യൂ ക്ലാസ് എന്നൊക്കെ പറയുന്ന പുസ്തകങ്ങളെല്ലാം വരുന്നത്. ഇന്നിത് പോസ്റ്റ് മാർക്സിസം അഥവാ പോസ്റ്റ് മോഡേണിസം എന്ന രീതിയിൽ വ്യാപകമായി വർഗവൈരുദ്ധ്യം എന്ന രീതിയിലേക്ക് എല്ലാ വൈരുദ്ധ്യങ്ങളെയും വെട്ടിച്ചെറുതാക്കുന്ന ന്യൂനീകരണത്തിന്റെ പാതയിലേക്കാണ് കമ്മ്യൂണിസ്റ്റുകാർ ലോകത്തെ ആനയിച്ചത്. അതിന്റെ ഫലമായിട്ടാണ് ഇക്കാലം അത്രയും ഒരു ടോട്ടലിറ്റേറിയൻ ഭരണകൂടത്തെ സ്ഥാപിച്ചുകൊണ്ട് സാമൂഹ്യ മാറ്റം സാധ്യമാണ് എന്ന രീതിയിൽ ലോകത്തെമ്പാടും അവർ പ്രചരിപ്പിച്ചത്. അത് ജനാധിപത്യത്തിന്റെ മൗലിക സത്തയെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന ഒന്നായിരുന്നു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നു. ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരുന്നു യഥാർത്ഥത്തിൽ സോഷ്യലിസം അൺറാവൽ ചെയ്ത കാര്യം. അത് സോഷ്യലിസം തുറന്നുവിട്ട കാര്യം അതിന് നേരെ എതിരായിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള ഒരു ചർച്ച ഇന്ന് ഫിനാൻസ് ക്യാപിറ്റൽ നേരിടുന്ന തേർഡ് ഡിപ്രഷൻ ഓഫ് ഫിനാൻസ് ക്യാപിറ്റലിസം ആണ്. ആ സമയത്ത് അത്തരത്തിലുള്ള ചർച്ച ഉയർന്നു വരുന്നതിന് വസ്തുതകളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിശകലനത്തിൽ കൂടി സാധിക്കുകയാണെങ്കിൽ അത് വളരെ നല്ലതായിരിക്കും എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ഐ സല്യൂട്ട് പ്രൊഫസർ ഗ്രോവർ ഫർ who has taken so much pain to contribute to the genre of history, the discipline of history, and to the humanity in such a way that it shall bring forth a catapulting effort from all the respective quarters to find the truth from facts. And again, I would like to salute Comrade Vijay Singh for persistently continuing on the point of defense of Stalin in the essence that it is the defense of scientific socialism and proletarian democracy. അത് ഇന്ന് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ സ്രോതസ്സിൽ നിന്നാണ്
ഡിക്റ്റേറ്റർഷിപ്പ് ഉയർന്നു വരുന്നത് എന്നും ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ഏറ്റവും അപരിഹാര്യമായ പ്രതിസന്ധി ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം വളരെ ശക്തമായി അത് കൂടിയുണ്ടായി ലെനിന്റെ കാലത്തിന് ശേഷം. അതിനെ ജനറൽ ക്രൈസിസ് ഓഫ് ക്യാപിറ്റലിസം എന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നത് സഖാവ് സ്റ്റാലിന്റെ ലീഡർഷിപ്പിലായിരുന്നു. ഈ ജനറൽ ക്രൈസിസ് ഓഫ് ക്യാപിറ്റലിസം ആണ് ഫാഷിസം എന്ന പ്രതിഭാസത്തിന്റെ ഗർഭപാത്രം, വൂമ്പ് എന്നാണ് അന്ന് സഖാവ് സ്റ്റാലിന്റെ നേതൃത്വത്തിൽ ബോൾഷെവിക്കുകൾ തുടർച്ചയായി കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 6ാം സമ്മേളനത്തിലും തുടർന്ന് 7ാം സമ്മേളനത്തിലും ആവർത്തിച്ച് വാദിക്കുന്നത്. ഫാഷിസത്തെ എങ്ങനെ കുരുടൻ ആനയെ തപ്പാൻ പോകുന്നത് പോലെ കാണുന്ന ഒരു സമയത്ത് അത് അങ്ങനെയല്ലെന്നും അത് ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ, ഇന്റർനാഷണൽ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ജനറൽ ക്രൈസിസിൽ നിന്നാണ് അത് ഉയർകൊള്ളുന്നത് എന്നും അല്ലെങ്കിൽ അത് രൂപമെടുക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ടാണ് സഖാവ് ജോർജ് ദിമിത്രോവ് ആന്റി ഫാഷിസ്റ്റ് യുണൈറ്റഡ് ഫ്രണ്ടിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ തീസിസ് മുന്നോട്ട് വയ്ക്കുന്നത്. അതാണ് കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 7ാം കോൺഗ്രസിൽ ഒരുപക്ഷെ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ എല്ലാം തന്നെ അടവുപരമായ ലൈനിന്റെ മാതൃക എന്ന് പറയാവുന്ന രീതിയിൽ കൊളോണിയൽ തീസിസ് ലോകത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പരിപാടിയുടെ മാതൃകയായി വന്നെങ്കിൽ ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ ക്യാപിറ്റലിന്റെ ഈ ജനറൽ ക്രൈസിസിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിൽ നിന്നും ഉരുത്തിരിയുന്ന ഒരു നികൃഷ്ട പ്രതിഭാസമാണ് ഫാഷിസം എന്ന രീതിയിൽ ഫാഷിസത്തെ മനസ്സിലാക്കി മുന്നോട്ട് വെച്ച ഒരു അടവുപരമായ ലൈനിന്റെ മാസ്റ്റർ പ്ലാൻ ആയിരുന്നു ആന്റി ഫാഷിസ്റ്റ് യുണൈറ്റഡ് ഫ്രണ്ട്. അപ്പൊ ഈ കാര്യം മുന്നോട്ട് വെക്കപ്പെടുന്ന സമയത്ത് തന്നെ എങ്ങനെയാണ് സോഷ്യലിസം ഇനി അടുത്ത മുന്നോട്ട് പോക്കിലേക്ക് പോവുക? ഇവിടെ ചിലര് പ്രത്യേകിച്ച് സഖാവ് ചന്ദ്രൻപിള്ളയൊക്കെ പറഞ്ഞു ന്യൂ ഇക്കണോമിക് പോളിസിയെ കുറിച്ച്. ന്യൂ ഇക്കണോമിക് പോളിസി അത് സത്യത്തിൽ ഒരു പൊളിറ്റിക്കൽ റിട്രീറ്റ് ആണെന്നാണ് ലെനിൻ പറഞ്ഞത്. രാഷ്ട്രീയമായ നാം നടത്തുന്ന ഒരു ചുവട് പുറകോട്ട് വയ്ക്കുന്നതാണ്. നാം വളരെ ബ്രില്യൻ്റായ ഒരു സാഹചര്യം കിട്ടിയപ്പോൾ വിപ്ലവം നടത്തിയെങ്കിലും റഷ്യയിൽ വസ്തുനിഷ്ഠമായ രാഷ്ട്രീയ സംഘടനാ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു കഴിഞ്ഞിരുന്നില്ല സോഷ്യലിസം അനുസ്യൂതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. അദ്ദേഹം പറയുന്നു 5 ഘട്ടങ്ങള് 5 തട്ടുകളായി കിടക്കുന്ന ഒരു പൊളിറ്റിക്കൽ എക്കണോമിക് സിറ്റുവേഷൻ റഷ്യയിലുണ്ട്. അതിലെ സോഷ്യലിസ്റ്റ് ഘടകം വളരെ നേർത്തതും സ്റ്റേറ്റ് ക്യാപിറ്റലിസമാണ് അതിനുശേഷം അതിന് പിന്നാലെ നാം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഘടകം. അതിന് താഴെ കിടക്കുന്ന ചെറുകിട ഉൽപാദനവും നോൺ മൊണോപ്പൊളി സെഗ്മെന്റും അതുപോലെ ആദിവാസി കൃഷി, ട്രൈബൽ കാർഷിക മേഖലയും എല്ലാം തന്നെ പ്രോഗ്രസീവായി കാലഹരണപ്പെടുത്തി മുന്നോട്ട് പോകാൻ സോഷ്യലിസ്റ്റ് സമ്പദ്ഘടന ഒറ്റയടിക്ക് മുകളിലുള്ള ഏറ്റവും ചെറിയ തിന്നായിട്ടുള്ള സോഷ്യലിസ്റ്റ് സമ്പദ്ഘടനയെ ഒറ്റയടിക്ക് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ട് കഴിയില്ല. അതിന് തക്കതായ ഒബ്ജക്റ്റീവ് സിറ്റുവേഷൻ ഇക്കോണമിയിലില്ല. അതുകൊണ്ട് നമുക്ക് സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തെ നമ്മൾ ഇന്ന് പറയുന്ന പൊതുമേഖലയെ നമുക്ക് ഒരു മാതൃകയെ വേണമെങ്കിൽ മനസ്സിലാക്കാമെന്നേ ഉള്ളൂ. അവിടെ ഉണ്ടായിരുന്ന സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തെ അതിന് നിദാനമായി കാണണം. പക്ഷെ അത് ശാശ്വതമായ ഒരു രീതിയല്ല, അത് ഒരു പിൻവാങ്ങലാണ്. ആ പിൻവാങ്ങലിൽ നിന്ന് നമുക്ക് മുന്നോട്ട് പോകേണ്ടത് എങ്ങനെ എന്നതിനെ കുറിച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 4ാം സമ്മേളനത്തിലും അതിനെ തുടർന്ന് പിന്നീട് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നതിന് ശേഷം അദ്ദേഹം തിരിച്ചു വരുന്ന സന്ദർഭത്തിൽ മോസ്കോ സോവിയറ്റിന്റെ സമ്മേളനത്തിലുമെല്ലാം തന്നെ അതിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ പ്രഭാഷണങ്ങളെ പ്രവചനം ചെയ്യുന്നുണ്ട്. അവസാനം അദ്ദേഹം എത്തിച്ചേരുന്നത് നമുക്ക് സഹകരണ സംഘങ്ങളെ ഉൽപാദന മേഖലയിലേക്ക് ഉൽപാദക വർഗങ്ങളുടെ കയ്യിൽ ഒരു ആയുധമായി കൊടുത്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അങ്ങനെ കഴിയുമ്പോൾ അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു വിപുലമായ സാംസ്കാരിക വിപ്ലവം കൂടി വേണമെന്നാണ്. ഇതെല്ലാം നമ്മുടെ മുന്നിൽ പ്രോഗ്രസ് പബ്ലിഷേഴ്സ് അച്ചടിച്ച് വിതരണം ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷേ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം മാത്രമേ ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ഗഹനമായ അന്വേഷണത്തിലേക്ക് നമുക്ക് പോലും എത്തിച്ചേരാൻ കഴിയുമായിരുന്നു. ഇതും ലെനിൻ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ 4ാം സമ്മേളനത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രതിനിധികളുടെ യോഗത്തിൽ പറയുന്നുണ്ട്. എത്ര തന്നെ വിവർത്തനം ചെയ്താലും നമ്മുടെ അനുഭവങ്ങൾ റഷ്യൻ ഭാഷയിൽ കുളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ റഷ്യൻ ഭാഷ എന്ന് പറഞ്ഞാൽ ലിംഗ്വിസ്റ്റിക്കൽ ഭാഷ എന്നല്ല, അനുഭവ ഭാഷയിൽ കുളിച്ചിരിക്കുന്നു. ഇത് മറ്റു സഖാക്കൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ സോഷ്യലിസത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ചുള്ള ശരിയായ ഒരു ദിശ കിട്ടുകയുള്ളൂ. നേരത്തെ ഇവിടെ സഖാവ് ടി എൽ സന്തോഷ് ചോദിച്ചു, ഒരു 1917 ശേഷം വളരെ ചെറിയൊരു കാലഘട്ടത്തിൽ 37 വരുമ്പോഴേക്കും എങ്ങനെയാണ്
ഇത്രമാത്രം പാർട്ടിക്രാറ്റുകൾ ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടായിത്തീർന്നത് എന്ന വിഷയം ലെനിൻ ഇത് ആ സോഷ്യലിസം, സോവിയറ്റ് യൂണിയൻ സോഷ്യലിസം കെട്ടിപ്പടുക്കുന്നതിനെ കുറിച്ച് എന്നുള്ളതിൽ ചർച്ച ചെയ്യുന്ന കാര്യമാണ്. ഇതേ കാര്യമാണ് പിന്നീട് 1928 പഞ്ചവത്സര പദ്ധതി തുടങ്ങുമ്പോഴും 29 അതിന്റെ ഭാഗമായി ഗ്രേറ്റ് ഡിപ്രഷൻ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഭാഗമായി കൂട്ടുകൃഷി കളങ്ങളെ കൊണ്ടുവരുമ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ച ചെയ്തത് എങ്ങനെ നമുക്ക് ഇത് ഒരു ജനങ്ങളുടെ മുൻകൈയിൽ, തൊഴിലാളികളുടെയും കർഷകരുടെയും മുൻകൈയിൽ സോവിയറ്റുകളുടെ യഥാർത്ഥ അർത്ഥത്തിൽ രാഷ്ട്രീയ സമ്പദ്ഘടനയുടെ ഒരു പുതിയ ഫിനോമിനൽ ആസ്പെക്റ്റിൽ, ഒരു പുതിയ പ്രാതിഭാസിക അർത്ഥത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അങ്ങനെയുള്ള പരിശ്രമത്തിന്റെ ഒരു തുടർച്ചയാണ് ഈ പുസ്തകം നമുക്ക് സംഭാവന ചെയ്യുന്നത് എന്നത് ഞാൻ വളരെ കൃതജ്ഞതാപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. അതായത് എങ്ങനെയാണ് ജനാധിപത്യത്തെ, സോഷ്യലിസ്റ്റ് ജനാധിപത്യത്തിന്റെ യുഗത്തിലേക്ക് കടത്തുക. പരമാവധി സ്റ്റാലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന നിലനിൽക്കുന്ന പെറ്റി ബൂർഷ്വാ കോർണറുകളായാലും ലിബറൽ ഡെമോക്രാറ്റുകളായാലും ഇനി സ്റ്റാലിനെ വിലയിരുത്താൻ ശ്രമിച്ച എച്ചിവൽസ് പോലും ആയാലും ഇവരൊക്കെ തന്നെ സ്റ്റാലിനെ ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ യാർഡ് സ്റ്റിക്കിൽ നിന്നുകൊണ്ടാണ്, ഒരു പ്രാതിഭാസികമായി അവർക്ക് അങ്ങനെ ഒരു വേലിക്കെട്ടുണ്ട്. ബൂർഷ്വാ ജനാധിപത്യത്തിന്റെ വേലിക്കെട്ടിനകത്ത് നിന്നുകൊണ്ടാണ് അത് പരിശോധിച്ചിരുന്നത്. ഒക്ടോബർ റവല്യൂഷന് മുമ്പ് നടന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ, റോബസ്പിയറിന്റെ നേതൃത്വത്തിൽ നടന്ന ഫ്രഞ്ച് റവല്യൂഷനിൽ ഏത് ഫ്യൂഡൽ മോറലിസ്റ്റിനും ബെനവളന്റ് ആയിട്ട് ലോകത്തെ കാണണമെന്ന് ചിന്തിച്ചിരുന്ന വിക്ടർ ഹ്യൂഗോന് പോലും ഒരിക്കലും പുതിയ ജനാധിപത്യം, ബൂർഷ്വാ ജനാധിപത്യം എന്നൊന്നിനെ കുറിച്ച് കാണാൻ കഴിയില്ലായിരുന്നു. അവരൊരു വേലിക്കെട്ടിനകത്തായിരുന്നു. അതുപോലെ സ്റ്റാലിനെ ക്രിട്ടിസൈസ് ചെയ്യാനായാലും വിലയിരുത്താനായാലും ശ്രമിക്കുന്ന വിഭാഗങ്ങൾ എല്ലാവരും ഒരു വേലിക്കെട്ടിനകത്താണ്. ആ വേലിക്കെട്ടിന് പുറത്ത് നിന്നുകൊണ്ട് ചിന്തിച്ചിരുന്ന ലീഡർഷിപ്പാണ് സോവിയറ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലീഡർഷിപ്പിൽ നേരത്തെ പറഞ്ഞ സ്റ്റാലിൻ നേതൃത്വം കൊടുത്തിരുന്ന വിഭാഗങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പാർട്ടിക്രാറ്റുകൾ എന്ന് പറയുന്നത് ഭൂതകാലത്തിന് ക്ലാവ് പിടിച്ച വിഭാഗമാകുന്നത്. എന്തുകൊണ്ട്? ഫിനാൻസ് ക്യാപിറ്റലിസത്തിനെതിരായി ശാസ്ത്രീയ സോഷ്യലിസ്റ്റ് ഇക്കോണമിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അതിന്റെ കൺകറന്റായി പോകേണ്ടുന്ന ഒരു കാര്യമാണ് സോഷ്യലിസ്റ്റ് ഡെമോക്രസി. അതിന്റെ കൂടെ തന്നെ പോകുന്ന ഒരു മൂലകമാണ് പൊളിറ്റിക്സ് ഇസ് ദി ക്വിന്റസെൻസ് ഓഫ് എക്കണോമിക്സ്. സമ്പദ് ശാസ്ത്രത്തിന്റെ സാരാംശമായിട്ടാണ് പൊളിറ്റിക്സ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് അനിവാര്യമായി സ്റ്റാലിന് ജനാധിപത്യവാദിയാകാൻ മാത്രമേ കഴിയൂ. പക്ഷെ അത് ബൂർഷ്വാ ജനാധിപത്യവാദത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ടല്ല, അധ്വാനിക്കുന്ന ബഹുജനങ്ങളെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആ ജനാധിപത്യം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നാം എല്ലാവരും മുൻപ് സ്ഥിരമായി കണ്ടുപഴകിയിട്ടുള്ള അരിവാളും ചുറ്റിയും പിടിച്ച രണ്ട് പുരുഷന്റെയും സ്ത്രീയുടെയും പ്രതിമ എന്നുള്ളത് അവസാനം നാം മനസ്സിലാക്കുന്നത് ഇന്ന് ഇവിടെ നിലനിൽക്കുന്ന തൊഴിലാളിയെയും കർഷകനെയുമാണ് പ്രതിദാനം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. അതങ്ങനെയല്ല. കോൾക്കോസിലെ സ്ത്രീ, വിമോചിതയായ തൊഴിലാളി വർഗവൽക്കരിക്കപ്പെടുന്ന സ്ത്രീയും വ്യവസായത്തിന് നേതൃത്വം കൊടുക്കുന്ന തൊഴിലാളിയെയുമാണ് അവിടെ പ്രതിദാനം ചെയ്തുകൊണ്ടിരുന്നത് എന്നുള്ളതാണ് വസ്തുത. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, സോവിയറ്റ് യൂണിയന്റെ ജനാധിപത്യവൽക്കരണത്തെ സംബന്ധിച്ച് അവർ നടത്തിയിരുന്ന പരീക്ഷണം ഏറ്റവും നൂതനവും ഏറ്റവും വെല്ലുവിളി നിറഞ്ഞതുമായിരുന്നു. പിന്നാക്കം നിൽക്കുന്ന ഉൽപാദന വ്യവസ്ഥ നിലനിന്നിരുന്ന ഒരു രാജ്യത്ത് സാമ്രാജ്യത്വം ഉയർത്തിക്കൊണ്ടുവന്ന അതിനികൃഷ്ടമായ വൈരുദ്ധ്യങ്ങളുടെ ഫലമായി മാർക്സും എംഗൽസും തന്നെ ചൂണ്ടിക്കാട്ടിയിരുന്നു. മാർക്സിന്റെ ഏറ്റവും അവസാനം, മാർക്സ് മരിക്കുന്നതിന് മുമ്പ് മാർക്സും എംഗൽസും ചേർന്ന് എഴുതിയ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയുടെ അവസാനത്തെ ജോയിന്റ് പ്രിഫേസിൽ എഴുതിയിരുന്ന രണ്ടാം റഷ്യൻ പതിപ്പിന്റെ പ്രിഫേസിൽ റഷ്യ ഇന്ന് വിപ്ലവത്തിന്റെ മുന്നണിയിൽ വന്നിരിക്കുന്നു. അവിടെയുള്ള ഒബ്സ്റ്റീനകളെ ഒരു ആധാരമാക്കിക്കൊണ്ട്, അതായത് കാർഷിക കമ്മ്യൂണികളെ സോഷ്യലിസ്റ്റ് രീതിയിലേക്ക് തിരിച്ചുവിട്ടുകൊണ്ട് അവിടെ നമുക്കത് വിജയിപ്പിക്കാൻ കഴിയുകയും യൂറോപ്പിലും മറ്റ് ലോകഭാഗങ്ങളിലുമുള്ള വിപ്ലവത്തെ ഒപ്പം കൊണ്ടുപോകാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ റഷ്യൻ വിപ്ലവം വലിയൊരു വിജയമായി മുന്നോട്ട് വരും എന്നാണ് അവർ അന്ന് പറഞ്ഞത്. അതിനെ നടപ്പാക്കാൻ ആദ്യത്തെ ഘട്ടത്തിൽ ലെനിന് ഒരു കാൽ പുറകോട്ട് വയ്ക്കേണ്ടി വന്നുവെങ്കിൽ രണ്ടാമത്തെ ഘട്ടത്തിൽ അത് മുന്നോട്ട് വയ്ക്കാതെ നിർവാഹമില്ലായിരുന്നു. പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്നത് കളക്റ്റീവ് ഫാംസ് ഇല്ലായിരുന്നു. ഈ കളക്റ്റീവ് ഫാംസും പഞ്ചവത്സര പദ്ധതികളും വന്നു കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായി നോൺ പാർട്ടിസാൻ വർക്കിംഗ് ക്ലാസിന്റെ എൻലൈറ്റൻമെന്റും അവരുടെ ജനാധിപത്യ പ്രക്രിയയിലെ നായകസ്ഥാനവും അനിവാര്യമായിരുന്നു. സോഷ്യലിസ്റ്റ് ഡെമോക്രസി അനിവാര്യമായിരുന്നു. അതിനാണ് സഖാവ് സ്റ്റാലിൻ മുന്നോട്ട് പോകാൻ പരിശ്രമിച്ചത്. അത് സംബന്ധിച്ച് ഇത്രയേറെ വിവരങ്ങൾ നമുക്ക് ഇപ്പോഴാണ് കിട്ടുന്നത് എന്ന് മാത്രം. തീർച്ചയായും ഈ വസ്തുതകളിൽ നിന്ന് സത്യം കണ്ടെത്തുക എന്ന ചരിത്രാഖ്യാനത്തിന്റെ ശരിയായ പാത സ്വീകരിക്കുകയാണെങ്കിൽ ഈ വസ്തുതകളിൽ
വസ്തുതകളെയും സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയിൽ അന്തർലീനമായിട്ടുള്ള രാഷ്ട്രീയ സമ്പദ്ഘടനാപരമായ തത്വത്തെയും ഒരുമിപ്പിച്ചാൽ നമുക്ക് അന്ന് സ്റ്റാലിന്റെ സ്റ്റാലിന്റെ കാലത്ത് നേരിട്ടത് രണ്ടാം പൊതുക്കുഴപ്പമായിരുന്നു. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സെക്കൻഡ് ഡിപ്രഷൻ ആയിരുന്നു. ഫസ്റ്റ് ഡിപ്രഷൻ 19ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ഉണ്ടായതാണ്. സെക്കൻഡ് ഡിപ്രഷൻ ആണ് 20ാം നൂറ്റാണ്ടിന്റെ 3ാം പതിറ്റാണ്ടിൽ ഉണ്ടായത്. ഇന്ന് നാം നേരിടുന്നത് ഫിനാൻസ് ക്യാപിറ്റലിസത്തിന്റെ തേർഡ് ഡിപ്രഷനാണ്. ഇത് 1ഉം 2ഉം മഹാമാന്ദ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തവും ദീർഘിച്ചതും സങ്കീർണവുമാണ്. ഈ കാലഘട്ടത്തിൽ നമുക്ക് സോഷ്യലിസ്റ്റ് ഡെമോക്രസിയെ ഉയർത്തിപ്പിടിക്കാനും ആ രീതിയിൽ സോഷ്യലിസ്റ്റ് ഡെമോക്രസിയെ കുറിച്ചുള്ള വിവിധ വശങ്ങൾ വർഗങ്ങളെ ബോധ്യപ്പെടുത്താനും, സോഷ്യലിസ്റ്റിന് ക്രിട്ടിക്കുകളെ ബോധ്യപ്പെടുത്തേണ്ട ഒരു വിഷയമല്ലത്, അത് വർഗങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടുന്ന വിഷയമാണ്. ബോധ്യപ്പെടുത്താനും അങ്ങനെ സാമൂഹ്യ ഉൽപാദനത്തിന്റെയും സാമൂഹ്യ അധ്വാനത്തിന്റെയും ഒരു പുതിയ ശ്രേണിയിലേക്ക് കാലെടുത്ത് വെക്കാനും കഴിയും. ആ രീതിയിൽ ലോകത്തെ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിനെ അതിന്റെ പരിപാടിപരമായും അടവുപരമായുമുള്ള ലൈനില് വികാസം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയൊരു കുതിച്ചുചാട്ടമായിരിക്കും. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടുകൂടി ഉണ്ടായ സോഷ്യലിസ്റ്റ് സെറ്റ് ബാക്കിനെ മാറ്റിമറിക്കാൻ കിട്ടുന്ന ചരിത്രപരമായ ഈ സന്ദർഭത്തെ വിനിയോഗിച്ച് മുന്നോട്ട് മുറിച്ചു കടന്നു പോകുന്നതിന് വേണ്ടിയുള്ള അത്തരത്തിലുള്ളൊരു ഉത്തോലകമാണ് സഖാവ് സ്റ്റാലിനെ സംബന്ധിച്ച് വസ്തുതകളിൽ നിന്ന് സത്യം കണ്ടെത്താൻ ശ്രമിക്കുന്ന പ്രൊഫസർ ഗ്രോവർ ഫെറിന്റെ അതുപോലെയുള്ള ചരിത്രകാരന്മാരുടെ സംഭാവനകളെ നാം ഒരു പ്രയോഗായുധമാക്കി മാറ്റേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പാർട്ടിയുടെ പേരിൽ, മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ റെഡ് ഫ്ലാഗിന്റെ പേരിൽ ഈ പുസ്തക പ്രകാശന യോഗത്തിന് ക്ഷണിച്ചതിന് നന്ദി പറഞ്ഞുകൊണ്ടും ഈ ഉദ്യമത്തിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ചുവപ്പൻ അഭിവാദ്യങ്ങൾ. നന്ദി സഖാ ഫ്രെഡി കെ താഴത്ത്. അടുത്തതായി MCPIU പാർട്ടിയുടെ പ്രതിനിധി അഡ്വക്കേറ്റ് രാജദാസിനോട്. പ്രിയപ്പെട്ട സഖാക്കളെ, ഇന്ന് ഇവിടെ നമ്മൾ പ്രകാശനം നിർവഹിച്ച പുസ്തകം സ്റ്റാലിനും ജനാധിപത്യ പരിഷ്കരണ സമരവും എന്ന പ്രൊഫസർ ഗ്രോവർ ഫെറിന്റെ പുസ്തകം പ്രകാശനം ചെയ്ത സഖാവ് ചന്ദ്രൻപിള്ള, ഏറ്റുവാങ്ങിയ സഖാവ് ശ്രീകുമാർ, ഇതിന് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഇതുവരെ സംസാരിച്ച ഡോക്ടർ വിജയസിംഗ് ഉൾപ്പെടെയുള്ള 10 പാർട്ടി നേതാക്കന്മാരെ, പ്രിയപ്പെട്ടവർ, ഈ സ്റ്റാലിൻ ആക്രമിക്കപ്പെടേണ്ടതും സ്റ്റാലിനെ അപ്രസക്തമാക്കേണ്ടതും മുതലാളിത്തത്തിന്റെ താല്പര്യമായി. മുതലാളിത്തത്തിന് സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും ഇല്ലായ്മ ചെയ്യാം. അതിന് സ്റ്റാലിനെ ആക്രമിച്ചു കീഴ്പ്പെടുത്തും. സ്റ്റാലിനിസം എന്ന ഒരു പദപ്രയോഗം പോലും 1957 ജോൺ ഡള്ളസ് എന്ന് പറയുന്ന അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുടെ നാവിൽ നിന്നാണ് ആദ്യം ഉരുത്തിരിയുന്നത്. സ്റ്റാലിനിസം എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു ഭീകര സത്വമാണ് എന്ന് അവതരിപ്പിക്കുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വസ്തുതകൾ പരിശോധിക്കുന്ന, ചരിത്രം പഠിച്ചിട്ടുള്ള നമുക്കറിയാവുന്ന ഒരു സംഗതി, ഹിറ്റ്ലർ എന്ന് പറയുന്ന ലോകം കണ്ടിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ ഫാസിസ്റ്റായ ആ ലോക നേതൃത്വം സ്വയം പിടിച്ചെടുക്കാൻ ശ്രമിച്ച ഹിറ്റ്ലർ എന്ന് പറയുന്ന ക്രൂരനെ ഉന്മൂലനം ചെയ്യുന്നതിന് വളരെ തന്ത്രപരമായ നിലപാട് സ്വീകരിച്ചയാളാണ് സ്റ്റാലിൻ. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല, മറ്റ് പലരും സംസാരിച്ചാണ് സമയം ലഭിച്ചത്. ആ സ്റ്റാലിന്റെ നേതൃത്വത്തിലാണ് സോവിയറ്റ് യൂണിയൻ ലെനിന് ശേഷം മുന്നേറിയതും ഈ പറഞ്ഞതുപോലെ 2ാം ലോക മഹായുദ്ധത്തിൽ ഈ ഹിറ്റ്ലറെ പിടിച്ചു കെട്ടാൻ കഴിഞ്ഞത്.
അത് നമുക്കറിയാം. സഖ്യകക്ഷികളെ രൂപീകരിക്കുന്നതിന് ഹിറ്റ്ലർ ആദ്യം ആക്രമണം തുടങ്ങിയപ്പോൾ തന്നെ സ്റ്റാലിൻ അമേരിക്കയോടും ബ്രിട്ടനോടും ആവശ്യപ്പെട്ടതാണ് നമുക്ക് ഒന്നിച്ചു നിന്ന് ഈ ഫാസിസ്റ്റിനെ എതിർക്കാമെന്ന് പറഞ്ഞപ്പോൾ അത് പറ്റില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചത് എന്താന്ന് വെച്ചാൽ ഈ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രത്തെ ഇല്ലായ്മ ചെയ്യാൻ ഈ ഹിറ്റ്ലർ ഒരായുധമാക്കി ഉപയോഗിക്കാമെന്ന് കണ്ടു. അത് കണ്ടുകൊണ്ടാണ് അനാക്രമണ സന്ധി ഉണ്ടാക്കുകയും അതിനൊക്കെ സംബന്ധിച്ച് വിമർശനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ആ അനാക്രമണ സന്ധി ഉണ്ടാക്കി ഹിറ്റ്ലറെ കൈകാര്യം ചെയ്യാൻ സ്റ്റാലിൻ നിലപാട് സ്വീകരിക്കുകയും അതിന് കഴിയുകയും ചെയ്യുന്ന ഘട്ടം വന്നപ്പോഴാണ് ഈ ബ്രിട്ടനും അമേരിക്കയും കൂടെ ചേർന്നുകൊണ്ട് സഖ്യകക്ഷി രൂപീകരിച്ച് രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ ഗതി മാറി. ആ ഗതി മാറ്റിയെടുക്കുന്നതിൽ തന്ത്രപൂർവമായ നിലപാട് സ്വീകരിക്കുകയും അതോടൊപ്പം ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ആ രാജ്യത്തെ ജനങ്ങളുടെ ജനാധിപത്യ അവകാശങ്ങളെയും ജനങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്തുന്നതിനുമുള്ള അതിശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. ആ നിലപാടുകൾ സ്വീകരിച്ചു പോകുന്ന ഘട്ടത്തിൽ തന്നെ ഈ സോവിയറ്റ് യൂണിയനകത്തും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഈ ഗ്രോവർ ഫറിന്റെ പുസ്തകം സൂചിപ്പിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിനും കൂടെ മുതലെടുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ സാമ്രാജ്യത്വം പിൽക്കാലത്ത് ഗോർബച്ചേവിനെ സംബന്ധിച്ച്, അത് ഗോർബച്ചേവ് ലൈഡ് എന്ന് പറഞ്ഞ പുസ്തകം കൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാകും എന്നാണ് ഞാൻ ധരിക്കുന്നത്. സോറി, ഗ്രൂർച്ചേവ് ലൈഡ് സ്റ്റാലിനെ ആദ്യം തകർക്കുന്നത് ഗ്രൂർച്ചേവാണ്. അതുകൂടെ വരുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഈ പുസ്തകത്തിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോ ഈ പറഞ്ഞ് പ്രചരിപ്പിച്ച് വച്ചിരിക്കുന്ന ഈ സ്റ്റാലിനിസം എന്ന് പറയുന്ന ഒരു ഇസം ഉണ്ടായിരുന്നുവെന്നും അതിപ്പോ തന്നെ കഴിഞ്ഞ 2 ആഴ്ചക്ക് മുമ്പ് പത്രത്തിൽ വന്നാണ് ഇത് കുറെ തലയോട്ടികൾ കണ്ടെത്തുന്നു. ഇത് ഹിറ്റ്ലർ ആക്രമിച്ച് കൊല്ലപ്പെട്ട ആളുകളെയാണ് അല്ല എന്നുള്ളതിന് തെളിവല്ലോ ഉണ്ടോ? അല്ലെങ്കിൽ ആ നിലയ്ക്ക് ചിന്തിക്കാൻ ആരും പ്രേരിപ്പിക്കുന്നില്ല. അപ്പൊ ആ നിലയിൽ ഈ പറഞ്ഞ സ്റ്റാലിനെ യഥാർത്ഥത്തിൽ സ്റ്റാലിൻ ഒരു എന്താ പറയാ ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ ആ ഡെമോക്രസിക്കും അപ്പുറത്തൊരു നിലപാടിലേക്ക് പോകുന്ന നിലയാണ്. കാരണം സോഷ്യലിസവും അതിനുശേഷം കമ്മ്യൂണിസവും വരുമ്പോൾ ഭരണത്തിന്റെ തന്നെ ആവശ്യമില്ല. അപ്പൊ പിന്നെ അവിടെ ഈ പറഞ്ഞ ഈ ഡെമോക്രസി എന്ന് പറയുന്നത് തന്നെ ആവശ്യമുണ്ടോ എന്നുള്ള പ്രശ്നമുണ്ടോ? അവിടെ തിരഞ്ഞെടുക്കപ്പെടുന്ന നേതൃത്വത്തിന്റെ ആവശ്യം പോലും ഉണ്ടോ എന്നുള്ള പ്രശ്നമുണ്ട്. ഞാൻ വിശദാംശത്തിലേക്ക് പോവില്ല. അപ്പൊ യഥാർത്ഥത്തിൽ ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം അക്ഷരാർത്ഥത്തിൽ നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത് പോലെയും നമ്മളൊക്കെ കേട്ടിട്ടുള്ളത് പോലെയും അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഒരു കാലഘട്ടം രൂപപ്പെടുത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തി വരികയെ അതിനെ തകർക്കാൻ നടത്തിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളെയും അതിജീവിക്കുന്നതിന് ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ് സ്റ്റാലിൻ എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വ്യക്തമാവുകയാണ്. അത് തീർച്ചയായും ഈ കാലഘട്ടത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്, വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അതിന് തക്കവണ്ണം ഈ പുസ്തകം എഴുതിയത് ഇനിയിപ്പോ വരാൻ പോകുന്ന ഈ പറഞ്ഞ ക്രൂസ്റ്റേവ് ലൈഡ് എന്ന് പറയുന്ന പുസ്തകം, അതുപോലെ ഈ സോവിയറ്റ് ആർക്കൈവ്സുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇത് ശരിക്കും പറഞ്ഞ ഒരു യഥാർത്ഥ വിവരണമാണ്. രേഖകളെ സംബന്ധിച്ചുള്ള വിവരണമായിട്ടാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നടന്ന സംഭവങ്ങളുടെ ഒരു യഥാർത്ഥ അവതരണം. ഇത് തീർച്ചയായും ഒരു സോഷ്യലിസ്റ്റ് സാമൂഹ്യ ക്രമം. ഇന്നിപ്പോ ലോകം ഇവിടെ നമുക്കറിയാവുന്നവരാണ്. ഈ പാൻഡമിക്കിന്റെ കൂടെ സാഹചര്യത്തിൽ ലോകത്തെ സാധാരണ ജനങ്ങളെ, മഹാഭൂരിപക്ഷം വരുന്ന സാധാരണ ജനങ്ങളെ, വളരെ ന്യൂനപക്ഷം വരുന്ന ആളുകളുടെ താല്പര്യത്തിന് വിധേയമായി ഞെക്കി ജനിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിൽ ഈ സോഷ്യലിസത്തിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ച് ചിന്തിക്കാനും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കാനും ജനങ്ങൾക്ക് ഒരു പ്രചോദനം നൽകുന്നതാണ് ഈ പുസ്തകം. ഈ പുസ്തകം എഴുതി പ്രസിദ്ധീകരിച്ച പ്രൊഫസർ ഗ്രോവറിനും അതുപോലെ തന്നെ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത നമ്മുടെ രാമേന്ദ്രനും അതുപോലെ ഇത് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടുള്ള ഈ പ്രോലിറ്റേറിയൻ പബ്ലിക്കേഷൻസിനും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഒരുപാട് അടുത്തതായി മാസ് മൂവ്മെന്റ് ഫോർ സോഷ്യലിസ്റ്റ് ഓൾട്ടർനേറ്റീവിന്റെ പ്രതിനിധി സഖാവ് ഡോക്ടർ ബി നിങ്ങൾ സംസാരിക്കും. ആലുവ ഒരു ഹാളിലാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. നിങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ ഏതാനും തന്നെ ഈ ഹാൾ ഒഴിയണം എന്നുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ 2-3 മിനിറ്റിനപ്പുറം എടുക്കുന്നതിന് ഒരു നിർവാഹവും ഇല്ല എന്ന ഒരവസ്ഥ ഉണ്ട്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി ഈ രാമചന്ദ്രനും മറ്റു ചിലരും ഇനിഷ്യേറ്റീവ് എടുത്തത്
നമ്മുടെ കേരളത്തിലെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രധാന ഒരു സംഭവമായി കാണുന്നു. ഇത് മാത്രമല്ല, ഇതിനെ തുടർന്നും ഏതാനും പുസ്തകങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പരിമിതിയായി കണക്കാക്കുന്ന ഒരു വശത്തിനെ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഒരു ഉത്തേജനം നൽകും എന്നാണ് മാസ് മൂവ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇതിനകം തന്നെ നിരവധി പ്രഭാഷകർ പറഞ്ഞതുപോലെ, നമുക്കേവർക്കും അറിയാവുന്നതുപോലെ, കഴിഞ്ഞ 70 വർഷമായി ലോകമാസകലം സ്റ്റാലിൻ വിരുദ്ധ പ്രചരണം നടത്തുന്നതിന് ചെലവാക്കിയ പണത്തിന് കണക്കില്ല, അച്ചടിച്ച പുസ്തകങ്ങൾക്ക് കണക്കില്ല, അച്ചടിച്ച ലേഖനങ്ങൾക്ക് കണക്കില്ല. ഇതൊക്കെ കിലോ കണക്കിൽ പറയുകയാണെങ്കിൽ കോടാനു കിലോ സാമഗ്രികളാണ് സ്റ്റാലിൻ വിരുദ്ധ പ്രചരണത്തിന് വേണ്ടി അച്ചടിച്ചത്. ഇതിൽ നിന്ന് എന്താണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്? നമുക്ക് മനസ്സിലാക്കാവുന്ന സംഗതി എന്ന് പറയുന്നത്, സ്റ്റാലിൻ വിരുദ്ധ പ്രചരണത്തിന്റെ പ്രസക്തി എന്താണ് എന്നത് ലോക മുതലാളിത്തത്തിനെ സംബന്ധിച്ചിടത്തോളം മനസ്സിലായിരിക്കുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് അത് മനസ്സിലാക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല എന്നതാണ്. അതിൽ നിന്ന് തന്നെ തിരിച്ചൊരു സംഗതി, അതിന് റിവേഴ്സ് ലോജിക്കിലൂടെ മറ്റൊരു സംഗതി കൂടി വരുന്നുണ്ട്. അതായത്, ലോക തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ ഒരു കേൾക്കുന്നുണ്ടോ? ലോക തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൽ ഒരു വിഭാഗം ഇത് മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. കാരണം ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പതനം ആരംഭിക്കുന്നത് സ്റ്റാലിൻ വിരുദ്ധ പ്രചരണത്തിലൂടെയാണ്. അന്ന് സ്റ്റാലിനെ അനുകൂലിച്ച ആളുകൾ വിലയിരുത്തിയതുപോലെ, സ്റ്റാലിൻ വിരുദ്ധത ആത്യന്തികമായി ലെനിനെയും തുടർന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് തന്നെയും നിരാകരിക്കുന്നതിലേക്ക് എത്തിപ്പെടുക എന്ന് പറയുന്നത് അതിന്റെ സ്വാഭാവിക പരിണതി മാത്രമാണ്. അപ്പൊ ഇതാണ് പ്രശ്നം. സ്റ്റാലിന്റെ സമയത്ത് എന്തെങ്കിലും പരിമിതികൾ ഉണ്ടായിട്ടുണ്ടോ? പരിമിതികൾ ഇല്ലായിട്ടില്ലേ? ഇതൊന്നുമല്ല വിഷയം. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന വിഷയമാണ്. പക്ഷെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്റ്റാലിന്റെ ആധികാരികത ആദ്യമായി പുനഃസ്ഥാപിക്കപ്പെടുക എന്നതാണ്. സ്റ്റാലിന്റെ സമയത്തും ഒട്ടനവധി വിഷയങ്ങളിൽ ചർച്ച നടന്നു. നമ്മൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് ജനാധിപത്യവൽക്കരണത്തിനെ പറ്റി. അതായത്, കൂടുതൽ ഉയർന്ന ഒരു ജനാധിപത്യ സങ്കല്പത്തിലേക്കും പ്രയോഗത്തിലേക്കും സോവിയറ്റ് യൂണിയനെ എങ്ങനെ കൊണ്ടുപോകാം, സ്റ്റാലിന്റെ സമയത്ത് ചർച്ച നടന്നു. സാമ്പത്തിക വിഷയങ്ങളെപ്പറ്റി, എക്കണോമിക് വിഷയങ്ങളെപ്പറ്റി വളരെ വലിയ ചർച്ച നടന്നു. ലിംഗ്വിസ്റ്റിക്സിനെ പറ്റി ചർച്ച നടന്നു. മറ്റു പല വിഷയങ്ങളിൽ ചർച്ച നടന്നു. ഈ ചർച്ചകൾക്കെല്ലാം അർത്ഥമുണ്ടായിരുന്നു. ഈ ചർച്ചകളൊക്കെ തന്നെ സോഷ്യലിസത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അനിവാര്യവുമായിരുന്നു. പക്ഷെ സ്റ്റാലിൻ വിരുദ്ധത വന്നതോടുകൂടി, സ്റ്റാലിന്റെ ആധികാരികതയെ ഇല്ലാതാക്കിയതോടുകൂടി ഈ ചർച്ചകൾ മുഴുവൻ അവിടെ തമസ്കരിക്കപ്പെട്ടു, ഇല്ലാതായി എന്നതാണ് പ്രശ്നം. തൽസ്ഥാനം അപഹരിച്ചത് സ്റ്റാലിൻ ആരെങ്കിലും കൊന്നോ ഇല്ലയോ, അവിടെ കാണപ്പെടുന്ന അസ്ഥികൂടങ്ങളുടെ ചരിത്രം എന്താണ്, ഇത്തരം വിഷയങ്ങളായി ചർച്ച. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് മുന്നോട്ട് പോകുന്നതിന് സ്റ്റാലിന്റെ സമയത്ത് ഇനിഷ്യേറ്റ് ചെയ്ത ഈ ചർച്ചകളുടെ ആവിഷ്കാരത്തിന്റെ, അതിനെ പുനഃപ്രതിഷ്ഠിക്കുന്നതിന്റെ ആവശ്യകതയുണ്ട്. അത് സംഭാവ്യമാകണമെങ്കിൽ അതിന്റെ ഏറ്റവും വിശാലമായ അർത്ഥത്തിൽ സ്റ്റാലിന്റെ ആധികാരികതയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ഇതല്ലാതെ മാർഗമില്ല. ഈ ആധികാരികതയെ പുനഃസ്ഥാപിച്ചുകൊണ്ടാണ് അന്നത്തെ പ്രയോഗങ്ങൾക്കകത്ത് പെശകുണ്ടായിരുന്നോ, പെശകില്ലായിരുന്നോ, കൂടുതൽ മെച്ചപ്പെട്ട പ്രയോഗങ്ങൾ ഉണ്ടാകുമായിരുന്നോ, ഇതൊക്കെ തന്നെ പരിശോധിക്കപ്പെടേണ്ടുന്നത്. ഈ ആധികാരികത പുനഃസ്ഥാപിക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് സംഭാവ്യമല്ല എന്നതാണ് പ്രശ്നം. ഇവിടെയാണ് സ്റ്റാലിന്റെ പ്രസക്തി വരുന്നത്, ഇതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളിലല്ല. ഇനി വീണ്ടും നമുക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ചരിത്രത്തിൽ സ്റ്റാലിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ആധികാരികതയെ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ? നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ, സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ദുർബലമായിരുന്ന ഒരു ഘട്ടത്തിലാണ്. സ്റ്റാലിൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വം വിടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നത് ലോകത്തിന്റെ 1/3 സോഷ്യലിസ്റ്റ് വ്യവസ്ഥയാകുകയും ലോകത്തെ ഏറ്റവും പ്രബലമായ ശക്തിയായി കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് മാറുകയും ചെയ്തതിനു ശേഷമാണ്.
ഇത്തരത്തിലൊരു ചരിത്രം ലോകത്ത് മറ്റേത് രാജ്യത്തിനാണുള്ളത്? അത്തരം ഒരു ചരിത്രം ഇല്ല എന്നതാണ്. സ്റ്റാലിൻ സോവിയറ്റ് യൂണിയന്റെ നേതൃത്വം വിടുമ്പോൾ സോവിയറ്റ് സമൂഹം സോഷ്യലിസ്റ്റ് നിർമ്മാണത്തിന്റെ ഉയർന്ന ഘട്ടങ്ങളിലേക്ക് എത്തിയിരുന്നു. ലോകത്ത് മറ്റെവിടെയാണ് ഇത്തരം ഒരു ചരിത്രമുള്ളത്? മറ്റു ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ സോഷ്യലിസ്റ്റ് പരീക്ഷണങ്ങൾ നടത്തിയെങ്കിലും സ്റ്റാലിന്റെ പരീക്ഷണവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതെല്ലാം തന്നെ വളരെ ഇൻഫീരിയറായ, വളരെ താഴെ തലത്തിലുള്ള ഉദാഹരണങ്ങളായി മാറുന്നു എന്ന പച്ചയായ യാഥാർത്ഥ്യം നാം അംഗീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇതാണ് പ്രശ്നം. ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിനെ പുനഃസ്ഥാപിക്കണമെങ്കിൽ സ്റ്റാലിന്റെ ആധികാരികതയെ പുനഃസ്ഥാപിക്കേണ്ടതുണ്ട്. ആ ആധികാരികതയെ പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ വഴികൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. ഇതാണ് വിഷയം എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഫാസിസത്തിനെ പറ്റി ഇന്ത്യയിൽ ചർച്ച ചെയ്യുന്നു, ഫാസിസത്തിനെ എങ്ങനെ പരാജയപ്പെടുത്തണം എന്നുള്ളത് ചർച്ച ചെയ്യുന്നു. പക്ഷെ ബഹുജന സാമാന്യങ്ങൾ ഫാസിസത്തിനെ ചരിത്രത്തിൽ ആദ്യമായി 2.5 കോടി ജനങ്ങളുടെ ജീവത്യാഗത്തിലൂടെ രക്ഷിച്ചതിന് നേതൃത്വം കൊടുത്ത സ്റ്റാലിന്റെ ആധികാരികതയെ അംഗീകരിക്കാതെയാണ് ചർച്ച ചെയ്യുന്നത്. ഇത് ചരിത്രത്തിൽ നിന്നുള്ള എന്ത് പാഠമാണ്? ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ വഴി ചരിത്രത്തിൽ നിന്ന് ഒരു പാഠവും ഉൾക്കൊള്ളാനാകില്ല എന്നുള്ളതാണ് പ്രശ്നം. ഇതിലേക്ക് നയിച്ചത് എന്താണ്? അത് സ്റ്റാലിന്റെ നിരാകരണമാണ്. എങ്ങനെ സ്റ്റാലിനെ നിരാകരിച്ചു? സ്റ്റാലിൻ കുറേയധികം ആൾക്കാരെ കൊന്നു എന്ന് 1950-കൾ മുതൽ 70-കൾ വരെ കള്ളക്കഥകൾ ഉണ്ടാക്കിക്കൊണ്ട് സ്റ്റാലിന്റെ ആ ചരിത്രത്തിനെ നിരാകരിച്ചുകൊണ്ടാണ് ഇത് സാധിച്ചത്. അപ്പോൾ ഇതിനകത്തുനിന്ന് മറ്റൊരു കാര്യം കൂടി വരുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ ദുര്യോഗം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു വിഭാഗം ആളുകൾ സ്റ്റാലിന്റെ ആധികാരികതയെ തള്ളിപ്പറയുകയും മുതലാളിത്തത്തിന്റെ സ്റ്റാലിൻ വിരുദ്ധ പ്രചരണത്തിൽ ബ്രോഡ്ലി വീണുപോവുകയും ചെയ്തു. അവർ ആന്റി സ്റ്റാലിൻ വാദികളായി മാറി എന്നതാണ്. ഇത് ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഏറ്റവും വലിയ ദുര്യോഗമാണ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലെ തന്നെ ഒരു വിഭാഗം സ്റ്റാലിൻ വിരുദ്ധരായി മാറി എന്നതാണ്. ഇതിനർത്ഥം ആ കാലത്ത് ഒരു പരിമിതിയും ഉണ്ടായിട്ടില്ല എന്നല്ല. സ്റ്റാലിന്റെ ആധികാരികത പുനഃസ്ഥാപിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? അത് ഏത് മേഖലയിലാകട്ടെ അത് ചർച്ചയും സംവാദവും ഉണ്ടാകേണ്ടതാണ്. പക്ഷെ സ്റ്റാലിന്റെ ആധികാരികത പുനഃസ്ഥാപിക്കാൻ പറ്റാത്തിടത്തോളം കാലം അത്തരത്തിലൊരു ചർച്ച സാധ്യമല്ല എന്നതാണ് വിഷയം. അപ്പൊ ഇതാണ് എനിക്ക് മനസ്സിലായിടത്തോളം പ്രോലിറ്റേറിയൻ പബ്ലിഷേഴ്സ് സ്റ്റാലിനെ സംബന്ധിച്ച് വസ്തുതകളിൽ നിന്ന് സത്യത്തിലേക്ക് എത്തുന്ന രീതിയിൽ ഗ്രോവർ ഫറും മറ്റു ചിലരും രചിച്ച നിരവധി പുസ്തകങ്ങൾ ഒരു സീരീസായി പബ്ലിഷ് ചെയ്യുന്നതിന് വേണ്ടി എടുത്തിട്ടുള്ള തീരുമാനത്തിന് പിന്നിലുള്ളത്. സ്വാഭാവികമായി ഇത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആ ഒരു പരിമിതി, സ്റ്റാലിന്റെ ആധികാരിക പുനഃസ്ഥാപിച്ചുകൊണ്ട് മാത്രമേ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ന് മുന്നോട്ട് പോകാനാകൂ എന്ന ആ ചരിത്രപരമായ വസ്തുതയെ സ്ഥാപിച്ചെടുക്കുന്നതിന് അങ്ങേയറ്റം പ്രധാനമായ ഒരു വസ്തുതയായി ഞാൻ കണക്കാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിശ്രമത്തിന് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി പ്രസാദ്. ഈ പുസ്തക പ്രകാശന ചടങ്ങ് അവസാനിപ്പിക്കേണ്ടുന്ന സമയം ആയിരിക്കുകയാണ്. ഇന്ന് റഷ്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ തുടർച്ച എന്നുള്ള നിലക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. അതായത് റഷ്യയിൽ ഗ്രാമാന്തരങ്ങളിലും നഗരങ്ങളിലും എല്ലാം തന്നെ ഇന്ന് സ്റ്റാലിന്റെ പ്രതിമകൾ വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റാലിന്റെ സ്മാരകങ്ങളായിട്ടുള്ള വായനശാലകളും സ്ഥാപനങ്ങളും ഒക്കെ ഭരണകൂടത്തിന്റെ എതിർപ്പുകൾ വകവെക്കാറുണ്ട്. ജനങ്ങൾ അവിടെ സ്റ്റാലിനെ ഒരു പുതിയ ഉയർത്തെഴുന്നേൽപ്പ് സ്റ്റാലിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായിട്ടാണ് ഇവിടെ ഈ പുസ്തക പ്രകാശനം പ്രസക്തി ഉണ്ടായിരിക്കുന്നത്. സ്റ്റാലിൻ മരണത്തിന് മുമ്പ് വാചകമുണ്ട്, എന്റെ മരണശേഷം എന്റെ ശബ്ദത്തിന്റെ പേർ അവ അസംബന്ധങ്ങളുടെ എനിക്കറിയാം. എന്നാൽ ചരിത്രത്തിന്റെ കാറ്റ് എന്നെങ്കിലും ഒരിക്കൽ അവരെല്ലാം തന്നെ ചെയ്യും എന്നെനിക്ക് ഉറപ്പുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ പരിപാടിയിൽ സംസാരിക്കാൻ സംസ്ഥാന സെക്രട്ടറി സഖാവ് പി സുശീലൻ ഇവിടെ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംസാരത്തോടുകൂടി ഈ പരിപാടി അവസാനിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അദ്ദേഹത്തോട് സ്നേഹിക്കാൻ ക്ഷണിക്കുകയാണ്.
സഖാവ് പി സുശീലൻ സംസാരിക്കുന്നുണ്ടോ? ഓക്കെ, അപ്പോ നമ്മുടെ ഈ പ്രൗഢഗംഭീരമായ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ചടങ്ങ് ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അവസാനമായി ഈ പുസ്തകത്തിന്റെ സ്റ്റാലിനും ജനാധിപത്യ പരിഷ്കരണ സമരങ്ങളും എന്നുള്ള ഗ്രോവർ ഫർ എഴുതിയ പുസ്തകം പരിഭാഷപ്പെടുത്തിയ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത സഖാവ് രാമചന്ദ്രൻ ചേണിച്ചേരി അദ്ദേഹത്തിന്റെ മറുപടി പ്രസംഗത്തിനായി അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. മറുപടി പ്രസംഗമില്ല മാഷെ, നമ്മുടെ സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് എനിക്ക് വന്ന ഒരു ഔപചാരിക നന്ദി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാൻ നോക്കുന്നു. I don't know whether Professor Vijay Singh and Professor Gover is still with us in this occasion. I don't know. I think they have already left, so probably we can continue with the Malayalam. But in case they are seeing the video, it probably would be nice to see the ending ceremony with a great thanks to their contribution, Gover being the author, and spending time with us, and in fact offering his support for our future publications. So a big thank you, sir, Professor Gover. And Vijay Singh, the main organizer of Stalin Society in India. Thank you very much for your presence, sir. And also either me personally or me and Dr. Prasad will be visiting you to hand over a few of the copies to you. As far as this book is concerned. So thank you very much for your presence. ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഏറ്റത് സഖാവ് ചന്ദ്രൻപിള്ളയാണ്. നമുക്കെല്ലാം അറിയാം, അഖിലേന്ത്യ നേതാവാണ് CITUവിന്റെ. ഒരുപാട് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ഒരുപാട് ദൂരെ നിന്ന് ഒരുപാട് ആരാധനയോട് കണ്ടുവരുന്ന ഒരു നേതാവ് കൂടിയാണ്. ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം സമ്മതിച്ചു എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ് നമ്മളെ സംബന്ധിച്ചോളം. അതിന് സമയം കണ്ടെത്തി ഇവിടെ എത്തി ആ കർമ്മം നിർവഹിച്ച സഖാവ് ചന്ദ്രൻപിള്ളക്ക് പ്രോളിറ്റേറിയൻ പബ്ലിഷേഴ്സിന്റെ പേരിൽ വളരെ വളരെ നന്ദി രേഖപ്പെടുത്തുകയാണ്. പുസ്തകം സ്വീകരിക്കാനെത്തിയ ശ്രീകുമാർ, അതുപോലെ തന്നെ ലോജിസ്റ്റിക്സ് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ തരണം ചെയ്ത് ലോജിസ്റ്റിക്സ് ഒക്കെ കൈകാര്യം ചെയ്ത NTUIയുടെ നേതാവ് സഖാവ് ശ്രീകുമാർ പ്രത്യേക നന്ദി അറിയിക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ പ്രോളിറ്റേറിയൻ പബ്ലിഷേഴ്സിന്റെ പേരിൽ അദ്ദേഹത്തിനും പ്രത്യേകമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ആശംസ അർപ്പിക്കാനെത്തിയ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ ട്രേഡ് യൂണിയൻ സംഘടനകളുടെ നേതാവായ PJ ജെയിംസ്, പ്രമുഖ എക്കണോമിസ്റ്റ് കൂടിയാണ്, സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ്. എനിക്ക് വ്യക്തിപരമായിട്ട് നേരിട്ട് കണ്ടില്ലെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരുപാട് പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന് പ്രത്യേകം നന്ദി. സഖാവ് പി സുശീലൻ, CPIML, ഫ്രെഡി കെ താഴത്ത്, ALPI രജിസ്ട്രാർ അഡ്വക്കേറ്റ് രാജാദാസ്, TL സന്തോഷ്, ഡോക്ടർ V പ്രസാദ് എന്നിങ്ങനെ വിവിധ കക്ഷികളെ പ്രതിനിധീകരിച്ച് ആശംസ അർപ്പിക്കാൻ എത്തിയതിനും ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിനും എല്ലാവരോടും വ്യക്തിപരമായും അതുപോലെ തന്നെ പ്രോളിറ്റേറിയൻ പബ്ലിഷേഴ്സിന്റെ പേരിലും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇതിന്റെ കൂടെ പറയേണ്ട 2-3 പേരുകൾ കൂടിയുണ്ട് നമുക്ക് തോന്നുന്നത്. ഒന്ന്, നമ്മൾ ഈ പ്രകാശന പുസ്തകം പബ്ലിഷിംഗ് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് പെടുത്തുള്ളവരാണ് നമ്മളിൽ പലരും. പക്ഷെ ഒരു രാജമാഷോ അല്ലെങ്കിൽ നാരായണമാഷെ പോലെ അല്ലെങ്കിൽ ഡോക്ടർ പ്രസാദിനെ പോലുള്ളവർക്ക് മുൻ പരിചയം ഉണ്ടെങ്കിൽ പോലും എന്നെ പോലുള്ളവർക്ക് അതിനെപ്പറ്റി ഒരു പിടിയേ ഇല്ലായിരുന്നു. പക്ഷെ ഞങ്ങളെ ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുന്നത് പോലെ എങ്ങനെയാണ് ഈ പ്രിന്റിങ്, എങ്ങനെയാണ് പബ്ലിഷിങ് എന്നൊക്കെ പഠിപ്പിച്ചതുണ്ട് ഒരു വ്യക്തിയുണ്ട് നമ്മൾ ഇൻഡിപെൻഡന്റ് പ്രവർത്തിച്ച, അത് ഡോക്ടർ മഹേഷ് മകലാട്ടാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ പ്രത്യേകം നന്ദി പറയാം. അതുപോലെ തന്നെ എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായിട്ട് ഒരു 10-30 വർഷമായി ഞാൻ ഡൽഹിയിലാണ്. അതുകൊണ്ട് തന്നെ മലയാളമാണ് മാതൃഭാഷയെങ്കിലും എഴുത്തുഭാഷ മലയാളമല്ല കഴിഞ്ഞ 30 വർഷമായിട്ട്. അത് സൃഷ്ടിച്ച പ്രശ്നങ്ങൾ, എഴുത്തുഭാഷയിൽ സൃഷ്ടിച്ച പ്രശ്നങ്ങൾ ചെറുതല്ല. അത് പൂർണ്ണമായും പരിഹരിക്കാൻ വേണ്ടി ശ്രമിച്ച 2 വ്യക്തിത്വങ്ങളുണ്ട്. ഒന്ന് നാരായണ മാഷാണ്, ഈ സദസ്സിന്റെ അധ്യക്ഷനാണ്, അതുപോലെ തന്നെ ഡോക്ടർ പ്രസാദ്.
അവർക്ക് രണ്ടുപേർക്കും പ്രത്യേകം നന്ദി പ്രകാശിപ്പിക്കുന്നു. മറ്റൊരാള് വെളിപ്പുറത്ത് തന്നെ നമ്മുടെ സ്വന്തം മുരളി മാഷ്, ഏത് സമയത്തും എപ്പോഴും എന്താവശ്യത്തിനും വിളിച്ചാലെത്തുന്ന മുരളി മാഷ് ഒരുപാട് സഹായങ്ങൾ ഈ പുസ്തകത്തിന്റെ പ്രകാശനവുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷിംഗുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിനും പ്രത്യേകം നന്ദി പറയുന്നു. ഒരു അൺസങ് ഹീറോ കൂടിയുണ്ട് ഈ പുസ്തകത്തിന്റെ പ്രകാശനത്തിൽ. അത് രാജമാഷാണ്. ഒരിടത്തും പേര് വരരുതും വളരെ നിർബന്ധമുള്ളതുപോലെ, കർക്കശ ബുദ്ധിയുള്ളതുപോലെ, എന്നാൽ എന്താ പറയുക, റോക്ക് സോളിഡ് ആയിട്ട് ഈ തുടക്കം മുതൽ അവസാനം വരെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും സ്വയം ഏറ്റെടുത്ത് പ്രവർത്തിച്ച രാജമാഷ് പ്രത്യേകം നന്ദി പറയണം എന്നുള്ളത് എനിക്ക് തോന്നുന്നു. മറ്റൊരു ആള് സഖാവ് നാരായണൻ പോറ്റിയാണ്. സർവ്വതിനും വളരെ നല്ല ഗുരുതുല്യനായ സപ്പോർട്ട് ഗ്രോവർ ഫറുമായിട്ട് ബന്ധപ്പെടുന്നാലും ശരി, അത് അദ്ദേഹത്തിന്റെ പെർമിഷൻ മേടിക്കുന്നാലും ശരി, എല്ലാ കാര്യത്തിലും വളരെ ഗുരുതുല്യനായി നിന്ന് സപ്പോർട്ട് ചെയ്ത നാരായണൻ പോറ്റി സാറിനും സഖാവിനും പ്രൊലറ്റേറിയൻ പബ്ലിഷേഴ്സിന്റെ പേരിൽ നന്ദി പറയുകയാണ്. മറ്റൊരു അവസാനത്തെ ഒരാൾ കൂടിയുള്ളൂ, അത് വിനോദ് കുമാർ, KP വിനോദ് കുമാർ, എൻ്റെ അയൽവാസിയും കൂടിയാണ്. ഒരുപാട് ലോജിസ്റ്റിക്കൽ സപ്പോർട്ട് ഒരുപാട് ചെയ്തു തന്നിട്ടുണ്ട് പല സന്ദർഭങ്ങളിലായിട്ട്. മാഷ്ക്കും വാൾട്ടേറിയൻ പബ്ലിഷേഴ്സിന്റെ പേരിൽ നന്ദി, നമസ്കാരം. ഓവർ ടു യു മാഷ്. ഈ പരിപാടി ഇവിടെ അവസാനിക്കുന്നതായി അറിയിക്കുന്നു. മീറ്റിംഗ് അവസാനിപ്പിക്കുകയാണ്. കാരണം ഹാള് ഏതാണ്ട് ഒക്കുപ്പ് ചെയ്ത് കഴിഞ്ഞു. മാഷിന് പോലും സമയമില്ലാത്ത ഒരവസ്ഥ ഉണ്ട്. എല്ലാവർക്കും നന്ദി. മീറ്റിംഗ് അവസാനിപ്പിക്കുന്നു.